നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? അപ്പൊ നമ്മുടെ റേഷണൽ നമ്പേഴ്സ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ. അപ്പൊ മിസ്സായ ആൾക്കാർ മുമ്പത്തെ വീഡിയോസ് കാണണം. നമുക്കിപ്പോ വീണ്ടും ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമയം പോകും. അതുകൊണ്ട് ഞാൻ പുതിയ ഭാഗത്തേക്ക് മാത്രം കടക്കുകയാണ്. അപ്പോൾ ക്ലാസ് മിസ്സായിട്ടുള്ളവർ വേഗം അത് വീഡിയോസ് ഒക്കെ കാണാം കേട്ടോ. വീഡിയോസ് ഒക്കെ ഓൾറെഡി നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ അഡിറ്റീവ് ഇൻവേഴ്സും ഇതൊക്കെയാണ് പറഞ്ഞത്. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് നമ്മൾ പഠിച്ചിരുന്നോ? മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ജസ്റ്റ് ഒന്ന് പറഞ്ഞുള്ളൂ എന്ന് തോന്നുന്നു അല്ലേ? കാര്യമായിട്ട് പഠിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. ഓക്കെ, കാര്യമായിട്ട് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സിലേക്ക് അങ്ങോട്ട് കടന്നിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് നമ്മൾ എന്താണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് ഒന്ന് പറഞ്ഞ് പോവുകയോ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ എന്താണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത്? മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നതിന്റെ വേർഡ് എന്താണ്? വിപരീതം അല്ലേ? വിപരീതം അല്ലെങ്കിൽ അതിന്റെ നേരെ തിരിച്ച് നമ്മൾ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ഒക്കെ മാറ്റി എഴുതുന്നതൊക്കെയാണ് നമ്മൾ ഇൻവേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്, ഈ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സും അഡിറ്റീവ് ഇൻവേഴ്സും എന്നൊക്കെ പറയുന്നത് ഒരു നമ്പർ ആണ്, ഒരു വാല്യൂവിനെയാണ് ഈ പേര് പറയുന്നത്. അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഒരു നമ്പർ ആണ്. ഒരു മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഒരു നമ്പർ ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ ആ നമ്പറിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല്, ഒരു റാഷണൽ നമ്പറിനെ ഏതൊരു നമ്പർ കൊണ്ടാണോ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ ഒന്ന് ഉത്തരമായി വരുന്നത്, അതാണ് എന്ത്? മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. ഒരു റാഷണൽ നമ്പർ, ആ നമ്പറിനെ വേറൊരു സംഖ്യ കൊണ്ട്, ഏതോ ഒരു സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഉത്തരം 1 കിട്ടണം, ഉത്തരം 1 കിട്ടണം. അതിനെയാണ് നമ്മൾ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അഡിറ്റീവ് ഇൻവേഴ്സ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു. 0 കിട്ടുന്നതിനാണ് നമ്മൾ അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് 1 കിട്ടേണ്ടത്. അപ്പൊ നിങ്ങളൊന്ന് നോക്കിക്കേ. അപ്പൊ ഞാൻ എടുക്കുന്നത് 3/4 ആണെന്ന് വിചാരിക്കുക. 3/4 എന്ന് പറയുന്ന ഒരു റാഷണൽ നമ്പർ, ഒരു ഭിന്നസംഖ്യ, അതിന്റെ കൂടെ മൾട്ടിപ്ലൈ ആണ് കേട്ടോ ഇവിടെ ചെയ്യുന്നത്. ഏതോ ഒരു സംഖ്യ, ആ സംഖ്യ നമുക്ക് അറിയില്ല കേട്ടോ. ഇത് ചെയ്ത് കഴിഞ്ഞ് ഉത്തരം എന്ന് പറയുന്നത് 1 കിട്ടണം. അപ്പൊ ഇവിടെ വരുന്ന ആ സംഖ്യ ഏതാണോ, അല്ലെങ്കിൽ ഏതൊരു നമ്പർ കൊണ്ട് നമ്മൾ 3/4 മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് 1 കിട്ടുന്നത്, അതാണ് നമ്മുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണ്, അഡീഷൻ എങ്ങനെയാണ്, ഡിവിഷൻ എങ്ങനെയാണെന്നൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? നമ്മുടെ റാഷണൽ നമ്പേഴ്സിന്റെ ഭിന്നസംഖ്യകളുടെ. അപ്പൊ അതാണ് നമ്മൾ ഇപ്പൊ ഇവിടെ വീണ്ടും അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നോക്കിയേ, ഈ 3/4 എന്ന് പറയുന്ന ആളുടെ റെസിപ്രോക്കൽ എടുക്കുകയാണെന്ന് വിചാരിക്കുക. റെസിപ്രോക്കൽ ഒക്കെ എന്താന്ന് ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. പുതിയ ആൾക്കാർക്ക് ചിലപ്പോൾ ആ വേർഡ് അധികം കിട്ടിയത് വരില്ല. വിപരീതം എടുക്കുക, അല്ലെങ്കിൽ ഈ 3/4ന്റെ ഛേദവും അംശവും, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതുന്നതിനെയാണ് അതിന്റെ റെസിപ്രോക്കൽ എന്ന് പറയാ. റെസിപ്രോക്കൽ. ഓക്കെ, എന്താണ്? ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഓഫ് എ റേഷണൽ നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതി, ന്യൂമറേറ്റർ ഡിനോമിനേറ്ററായും ഡിനോമിനേറ്റർ ന്യൂമറേറ്ററും ആയിട്ട് എഴുതുന്നതിനെയാണ് നമ്മൾ റെസിപ്രോക്കൽ എടുക്കുക എന്ന് പറയുന്നത്. റെസിപ്രോക്കൽ എടുക്കുക എന്ന് പറയുന്നത് ആ അംശവും ഛേദവും മാറ്റി മാറ്റി എഴുതുന്നത്. അപ്പൊ ഈ പറഞ്ഞ 3/4ന്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് 4/3 ആണ്. അപ്പൊ ഞാൻ ആ 4/3 ഇവിടെ എഴുതിയെന്ന് വിചാരിച്ചോ. ഇനി നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ഇത് നോക്കിയേ, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വെട്ടിക്കളയാം അല്ലെ? അത് നിങ്ങൾക്ക് അറിയോ? ഇങ്ങനെ വെട്ടിക്കളയുന്ന പരിപാടി അറിയോ? ഒന്നെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം പിന്നെ ഡിവൈഡ് ചെയ്യാം. പക്ഷെ അത് കുറച്ച് ചിലപ്പോൾ വലിയ വലിയ നമ്പർ ആണെങ്കിൽ നമുക്ക് പിന്നെ ഡിവൈഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അല്ല, മൾട്ടിപ്ലൈ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെ നോക്കിയാലും മതി. നിങ്ങളത് ഇവിടെ 3 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്. പക്ഷെ ഇങ്ങനെ നോക്കിയാൽ വേറൊരു പ്രശ്നമുണ്ട്. നിങ്ങൾക്ക് അവിടെ ഒക്കെ വെട്ടിക്കളഞ്ഞിട്ട് അയ്യോ ഒന്നുമില്ല എന്ന് വിചാരിക്കും. മനസ്സിലായോ? അപ്പൊ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഇവിടെ നിന്ന് 3 പോയി. പിന്നെ ആരുള്ള 4/4 മാത്രമേ ഉള്ളൂ അല്ലെ? 4/4 എന്ന് പറയുന്നത് ആരാണ്? 1 അല്ലെ? അല്ലെങ്കിൽ സാധാരണ രീതിയിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം നോക്കാം. മൾട്ടിപ്ലൈ ചെയ്ത് അതായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാവുന്നത്. ഒരു സ്റ്റെപ്പ് കൂടുതൽ ചെയ്യണമെന്ന് വരുള്ളൂ. എന്നാലും അങ്ങനെ പഠിച്ചു വയ്ക്കുന്നതായിരിക്കും നല്ലത്. ഞാനൊരു എളുപ്പത്തിനാണ് ഇങ്ങനെ കാട്ടി തന്നത്. അപ്പൊ സാധാരണ രീതിയിൽ നമ്മൾ റാഷണൽ നമ്പേഴ്സിനെ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്? ഈ മുകളിൽ കിടക്കുന്ന ന്യൂമറേറ്ററും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും. ഈ താഴെ കിടക്കുന്ന ഈ ഡിനോമിനേറ്ററും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും അല്ലെ? അപ്പൊ 3 ഗുണിക്കണം 4, 3 times 4 എത്രയാണ്? 12. 4 ഗുണിക്കണം 3 എത്ര വരിക? അഗെയിൻ 12. അപ്പൊ 12/12 നമുക്ക് എത്ര ഉത്തരം കിട്ടി? 1. മനസ്സിലായോ?
അപ്പൊ ഗുണിച്ചിട്ടാണെങ്കിലും എഴുതിയാൽ മതി. അപ്പൊ 3/4ന്റെ റെസിപ്രോക്കൽ എടുക്കുക, അത് 4/3 ആണ്. ഇത് രണ്ടും തമ്മിൽ ഗുണിക്കുക, നമുക്ക് എന്ത് കിട്ടും? 12/12 എന്ന് കിട്ടി. ഏതൊരു നമ്പർ അതിനെ തന്നെ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം 1 അല്ലേ വരുന്നത്. അപ്പൊ ഉത്തരം 1. ഓക്കെ, അപ്പൊ ഉത്തരം 1 കിട്ടുക എന്നുള്ളതാണ് ഇവിടുത്തെ കണ്ടീഷൻ. ഉത്തരം 1 കിട്ടുന്നത് ഏതൊരു സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണോ അതാണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ നോക്കി നോക്കിയേ, 0 എന്ന് പറയുന്ന ഒരു സംഖ്യേനെ ഏതൊരു സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് 0 തന്നെയല്ലേ ഉത്തരം കിട്ടുള്ളൂ അല്ലെ. അപ്പൊ 0ക്ക് ഒരു മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഇല്ല. അതിനെപ്പോഴും ഏതൊരു സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും 1 തന്നെ കിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ ആലോചിക്കും, 0 എന്ന് പറയുന്നത് ഒരു റേഷണൽ നമ്പർ ആണോ? ആണ്. അതിന് ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് നന്നായി മനസ്സിലാക്കാം. 0 ഒരു റേഷണൽ നമ്പർ ആണ്. കാരണം നമുക്ക് 0/1 എന്ന് എഴുതാം, 0/2 എന്ന് എഴുതാം, 0/3 എന്ന് എഴുതാം. എങ്ങനെ എഴുതിയാലും 0 തന്നെയല്ലേ ഉത്തരം കിട്ടുന്നത്. അപ്പൊ ഈ 0/1 എന്ന് പറയുന്ന അല്ലെങ്കിൽ വെറുതെ 0 എന്ന് പറയുന്ന ഒരു റാഷണൽ നമ്പറിന്റെ എന്തുകൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താലും ഉത്തരം 0 ആയിരിക്കും. നമ്മളത് പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇവിടെ ഇപ്പോ ഒന്നാമത് ഇതിന് എന്തില്ല? റെസിപ്രോക്കൽ ഇല്ല. 0ക്ക് റെസിപ്രോക്കൽ ഇല്ല. അത് ഒരു കാര്യം. കാരണം 0/1 എന്നുള്ളതിനെ 1/0 എന്ന് നമുക്ക് എഴുതാൻ പറ്റില്ല. ഒരു റാഷണൽ നമ്പറിന്റെ ഏറ്റവും വലിയ കണ്ടീഷൻ ആണത്. ഡിനോമിനേറ്റർ ഒരിക്കലും 0 ആകാൻ പാടില്ല. മനസ്സിലായല്ലോ? ഡിനോമിനേറ്റർ ഒരിക്കലും 0 ആകാൻ പാടില്ല. ഡിനോമിനേറ്റർ 0 വന്നാൽ അങ്ങനെ ഒരു നമ്പർ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ ഇനി അതിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ 0/1ന്റെ റെസിപ്രോക്കൽ 1/0 അല്ലേ എന്ന് വിചാരിക്കരുത്. 1/0 എന്ന് പറയുന്ന സംഖ്യ നമുക്ക് ഒരു നമ്പർ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഡിനോമിനേറ്ററിൽ എന്ത് വരാൻ പാടില്ല? 0 വരാൻ പാടില്ല, ഒരിക്കലും വരാൻ പാടില്ല. ഇതൊരു ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ് ട്ടോ. ഡിനോമിനേറ്ററിൽ 0 വരാൻ പാടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് റാഷണൽ നമ്പറിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ വരുന്നത്. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം ട്ടോ. പിന്നെ പുതിയതായിട്ട് ഇപ്പോ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ലാസ് തുടങ്ങിയത് കൊണ്ടാണ് പേര് വിളിക്കാത്തത്. അത് മാത്രമല്ല, വേറെ യാതൊരുവിധ മെസ്സേജുകളും ചാറ്റ് ബോക്സിൽ വരണ്ട. നമ്മുടെ പഠിക്കുന്നത് അല്ലാതെ നിങ്ങൾ പരിചയപ്പെടലും കാര്യങ്ങളൊന്നും ഇവിടെ വേണ്ട ട്ടോ. അപ്പൊ ഓക്കെ, അപ്പൊ ഇത് മനസ്സിലായല്ലോ. ഏതൊരു നമ്പർ കൊണ്ടാണോ നമ്മൾ ഒരു റാഷണൽ നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്, സോ ദാറ്റ് വി വിൽ ബി ഗെറ്റിംഗ് 1 as an answer. അതാണ് നമ്മുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. 0ക്ക് ഒരു മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഇല്ല. കാരണം 0 കൊണ്ട് നമ്മൾ എന്തിനൊക്കെ മൾട്ടിപ്ലൈ ചെയ്താലും ഉത്തരം 0 ആയിരിക്കുള്ളൂ, അല്ലാതെ 1 നമുക്ക് ഒരിക്കലും കിട്ടില്ല. അതുകൊണ്ടാണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഇല്ലാത്തത്. നോക്കിയല്ലോ, ഭിന്നത്തിന്റെ ഗുണന വിപരീതം. ഗുണന വിപരീതം എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സിന്റെ മലയാളമാണ്. ഗുണന വിപരീതം എന്ന് പറയുന്നത് റെസിപ്രോക്കൽ ആണ്, അല്ലെങ്കിൽ ഭിന്നത്തിന്റെ അംശവും ഛേദം അല്ലെങ്കിൽ ഹാരം മറിച്ചെഴുതുന്നതാണ്. അപ്പോ ഏതെങ്കിലും ഭിന്നത്തെ അതിന്റെ ഗുണന വിപരീതമായിട്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം? 1 കിട്ടണം. മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി എന്നാണ് ഈ ഒന്നിനെ പറയുന്നത്. മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി എന്നാണ് എന്തിനെ പറയുന്നത്? ഒന്നിനെ പറയുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയാൻ കാരണം, ഒന്നുകൊണ്ട് നമ്മൾ ഏതൊരു സംഖ്യനെ മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് ആ നമ്പറിനല്ലേ കിട്ടുക. 1 ഗുണിക്കണം 2, 2, 1 ഗുണിക്കണം 10, 10 അല്ലേ. അപ്പൊ അതുകൊണ്ടാണ് അതിനെ ഐഡന്റിറ്റി എന്ന് പറയുന്നത്. ആ ഐഡന്റിറ്റി കിട്ടാൻ ഏത് സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, അതാണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. ഓക്കെ, അപ്പൊ നിങ്ങൾ കണ്ടുപിടിച്ചോളൂ. -13. -13ന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്താണ്? -13 എന്ത് കിട്ടണം? 1 കിട്ടണം. വേഗം പറഞ്ഞോളൂ. അപ്പൊ -13 റാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു റാഷണൽ നമ്പർ എന്ന് പറഞ്ഞാല് അതിന്റെ ഒരു ഭിന്നവും അല്ലെങ്കിൽ ഒരു അംശവും ഛേദവും ഉണ്ടായിരിക്കണം. ഒരു P/Q അല്ലെങ്കിൽ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ആയിട്ട് എഴുതാൻ പറ്റുന്ന ഒരു സംഖ്യേനെയാണ് റാഷണൽ നമ്പേഴ്സ് അല്ലെങ്കിൽ ഭിന്നസംഖ്യകൾ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ അതൊക്കെ പറഞ്ഞ് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത് കൊണ്ടാണ് ഇപ്പൊ പെട്ടെന്ന് ക്വസ്റ്റ്യൻസിലേക്ക് പോകുന്നത്. അപ്പൊ ആദ്യമായിട്ട് ഇരിക്കുന്ന ആൾക്കാർക്ക് അയ്യോ മിസ് എന്താ ഒന്നും പറയാത്തേന്ന് തോന്നുന്നുണ്ടാവും. നിങ്ങൾ വീഡിയോസ് കാണുക കേട്ടോ. ഓക്കെ, അപ്പൊ ഫസ്റ്റത്തെ ഉത്തരം പറഞ്ഞോളൂ. -13. അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം? -13 എന്നുള്ളതിനെ എങ്ങനെയാണ് നിങ്ങൾ റാഷണൽ ഫോമിലേക്ക് എഴുതുക എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. എങ്ങനെ എഴുതാൻ പറ്റും? -13നെ എങ്ങനെയാ റാഷണൽ ഫോമിലേക്ക് എഴുതാൽ? ഭിന്നസംഖ്യയുടെ രൂപത്തിലേക്ക് എങ്ങനെ നമുക്ക് എഴുതാൻ പറ്റുക? -13ന്റെ ഡിനോമിനേറ്റർ എന്താണ്? -13ന്റെ ഡിനോമിനേറ്റർ എന്താണ്?
എന്താണ് -13ന്റെ ഡിനോമിനേറ്റർ -13 എന്നൊരു ഒറ്റൊരു സംഖ്യ ഉള്ളു അവിടെ. ഡിനോമിനേറ്റർ ഒന്നും അവിടെ കാണാനില്ല. പക്ഷെ അതിനവിടെ ഒരു ഡിനോമിനേറ്റർ ഉണ്ടല്ലേ? കാരണം നമ്മൾ പറഞ്ഞിരുന്നു എല്ലാ ഹോൾ നമ്പേഴ്സിനെയും എല്ലാ ഇന്റിജേഴ്സിനെയും നമുക്ക് എന്താക്കി എഴുതാൻ പറ്റും? ഒരു ഇതായിട്ട് എഴുതാൻ പറ്റും. എന്തായിട്ട്? റാഷണൽ നമ്പർ ആയിട്ട് എഴുതാൻ പറ്റും. അപ്പോ ആരാ പറഞ്ഞിട്ടുള്ളത് അവിടെ? അനഘ ആണെന്ന് തോന്നുന്നു. അനഘ അനു എന്ന് പറയുന്ന ആള് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് എന്ത്? ഒന്നാണ്. അതെ, ഒന്നാണ്. -13 എന്നൊരു നമ്പർ അവിടെ കണ്ടു കഴിഞ്ഞാൽ അവിടെ ഡിനോമിനേറ്റർ ഒന്നും, അയ്യോ ഡിനോമിനേറ്റർ ഇല്ലാത്ത സംഖ്യയുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കും എന്ന് ആലോചിച്ച് നിങ്ങൾ ഇരിക്കരുത്. -13 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം -13 ഡിവൈഡഡ് ബൈ 1 എന്നാണ്. അവിടെ 1 ഇല്ലെങ്കിലും അവിടെ 1 ഉണ്ട് എന്ന് കൺസിഡർ ചെയ്താലാണ് നിങ്ങൾക്ക് ഇതിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇനിയിപ്പോ ഇതായി നമ്മുടെ സംഖ്യ. അപ്പൊ എന്തുണ്ട്? ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഉണ്ട്. ഇനി ഇതിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ഇതിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് ഇവിടെ 1 ഉത്തരം കിട്ടുന്നത്? അതല്ലേ നമ്മുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. അപ്പൊ എന്താണ് ഉത്തരം? ഇതിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് 1 കിട്ടുക? എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ട? റെസിപ്രോക്കൽ കൊണ്ട്. അപ്പൊ -13/1ന്റെ റെസിപ്രോക്കൽ എത്രയാണ്? -13/1ന്റെ റെസിപ്രോക്കൽ എത്രയാണ്? വേഗം പറഞ്ഞോളൂ. -13/1ന്റെ റെസിപ്രോക്കൽ എന്താണ് വരുന്നത്? വേഗം പറഞ്ഞോ. എവിടെ? ആരൊക്കെയാ പറഞ്ഞേക്കണേ? അനഘ. അനഘ എന്ന് തന്നെയല്ലേ പേര്? അനഘ എന്നാണ് യൂസർ നെയിം കാണുന്നത്. അനഘ പറഞ്ഞിട്ടുണ്ട്. ദെൻ നമ്മുടെ ഹർഷ, ശ്രീജ, ഹേമന്ത് അല്ലേ? ഹേമന്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ 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 കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളപ്പോ എന്തുകൊണ്ടാ നെഗറ്റീവ് ഉൾപ്പെടുത്താത്തത്? നെഗറ്റീവും കൂടി ഉൾപ്പെടുത്തണം കേട്ടോ. നെഗറ്റീവ് ഇല്ലാതെ വെറുതെ 1/13 എന്ന് ഇട്ട് കഴിഞ്ഞാൽ അത് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആകത്തില്ല. കാരണം എന്താ? നിങ്ങൾ ഇവിടെ നോക്കിയേ. ഞാനിവിടെ വെറുതെ 1/13 എന്ന് എഴുതുന്നത് എന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ 13/1ന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് അല്ലെങ്കിൽ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് ഞാൻ 1/13 എന്ന് എഴുതിയാൽ എന്താ സംഭവിക്കുന്നേ? -13 into 1 എന്ന് പറഞ്ഞാൽ -13 വരുന്നേ. ഡിവൈഡഡ് ബൈ 1 into 13 എന്ന് പറഞ്ഞാൽ വെറും 13 അല്ലേ വരുന്നേ? അപ്പൊ ഇത് രണ്ടും തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോയാൽ നമുക്ക് ഒന്നല്ല -1 കിട്ടുന്നത്. നമുക്ക് എന്താ വേണ്ട ഇവിടെ? പോസിറ്റീവ് 1 വേണ്ടത്. -1 അല്ല കിട്ടേണ്ടത്. പോസിറ്റീവ് ആയിട്ടുള്ള 1 കിട്ടണം. 1 പോസിറ്റീവോ ഏതോ ആയിക്കോട്ടെ എന്നല്ല, +1 പോസിറ്റീവ് ആയിട്ടുള്ള 1 കിട്ടേണ്ടത്. അപ്പൊ പോസിറ്റീവ് 1 കിട്ടണമെങ്കിൽ എന്ത് വരണം? ഇവിടെ രണ്ട് സ്ഥലത്തും മൈനസ് വന്നാലേ നമുക്കത് ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റുള്ളൂ അല്ലെ? അപ്പൊ നമുക്ക് ഇവിടെ എന്ത് വേണം? 1/-13 വേണം. മനസ്സിലായോ? 1/-13 ആണ്. വെറും 13 അല്ല. മൈനസ് അവിടെ ഒരു നമ്പറിൽ ഉണ്ടെങ്കിൽ അതിന്റെ റെസിപ്രോക്കലിലും ആ മൈനസ് ഉണ്ടാകും. അല്ലാതെ നമുക്ക് അതിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി കണ്ടുപിടിക്കാനായിട്ട് സാധിക്കില്ല. ഇത് ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തോളൂ. -13/19 അതിന്റെയാണ് ഇനി മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് നിങ്ങൾ കണ്ടുപിടിക്കാൻ പോണത്. ഓക്കെ, വേഗം ചെയ്തോളൂ. -13/19 വേഗം പറഞ്ഞോ, വേഗം പറഞ്ഞോ, വേഗം പറഞ്ഞോ. -13/19ന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. സമയമില്ലേ നമുക്ക്? അത് ഓൾറെഡി ഒരു സംഖ്യ റാഷണൽ ഫോമിൽ ആണ് കിടക്കുന്നത്. അപ്പൊ പിന്നെ നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അല്ലെ? ഒന്ന് കൺസിഡർ ചെയ്യാൻ അങ്ങനെയൊന്നും വേണ്ട. ഓക്കെ, അപ്പൊ അതാ വീണ്ടും അനഘയാണ് പറഞ്ഞിട്ടുള്ളത് 19/-13 എന്ന്. പിന്നെ ഹേമന്ത് പറഞ്ഞിട്ടുണ്ട്. ഈ നിഷ ശശികുമാർ എന്തായിരുന്നു പേര്? പേര് വിട്ടുപോയിട്ടോ. പേരും കൂടി ഇടണം കേട്ടോ നിങ്ങൾ. എനിക്ക് എല്ലാവരുടെ പേര് ഓർത്തിരിക്കാൻ പറ്റില്ല, സോറി. അപ്പൊ നിങ്ങൾ പേരും കൂടി ഇട്ടാലാണ് എനിക്ക് നിങ്ങളെ പെട്ടെന്ന് പേര് വിളിക്കാൻ പറ്റുള്ളൂ. പിന്നെ എനിക്ക് നേരെ നിങ്ങൾ ഓൾറെഡി പറഞ്ഞ പേരിലേക്ക് പോയി വീണ്ടും എടുത്ത് നോക്കി വരുമ്പോഴത്തേക്ക് സമയം പോയില്ലേ? അതുകൊണ്ടാണ്. അപ്പൊ നോക്കിയേ, -13/19 അല്ലേ? എന്താ ചെയ്യണ്ടേ? റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ എന്താ? 19 ഡിവൈഡ് ബൈ -13. ഉത്തരം എന്താ വരുന്നത്? -13 into 19 എത്രയാണ്? അപ്പൊ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് വരുമ്പോഴാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? നിങ്ങൾ വീണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് ഉത്തരം കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ജസ്റ്റ് ഇങ്ങനെ ഇത് കളഞ്ഞു കഴിഞ്ഞാൽ 19/19 1 എന്ന് എഴുതാം. ഇങ്ങനത്തെ കേസസിൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിലാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഏതെങ്കിലും ഒരു ആളെ ഇത് കോമൺ ആണല്ലോ, ഇവിടെയും ഇവിടെയും ഒരുപോലെ വന്ന ആൾക്കാരെ നമുക്ക്
ക്യാൻസൽ ചെയ്ത് കളയാലോ. അപ്പൊ 19/19 നമുക്ക് 1 എന്നുള്ള ഉത്തരം കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ ഈ 13 × 19 ചെയ്തൊക്കെ നോക്കി വരുമ്പോഴത്തേക്കും സമയം പോവല്ലോ. അപ്പൊ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ആളാണ്. അതായത് റെസിപ്രോക്കലിനെയാണ് നമ്മൾ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത്. 1 എന്ന് പറയുന്നത് ഐഡന്റിറ്റി ആണ്. അപ്പൊ ഈ ആളെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വീണ്ടും ഇത് മൾട്ടിപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. ഈ ആളെ കണ്ടുപിടിച്ചാൽ മാത്രം മതി. 19/-13 എന്നുള്ളതാണ് ഇവിടുത്തെ ആൻസർ. പിന്നെ വീണ്ടും ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് 1 തന്നെയാണോ കിട്ടുന്നത് എന്നുള്ളത് നോക്കേണ്ട കാര്യമില്ല ശരിക്കും. 19/-13 കിട്ടിക്കഴിഞ്ഞാൽ അവിടെ വെച്ച് നിർത്താം. ഓക്കെ, അതാണ് നമ്മുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. ഈ ആളാണ് നമ്മുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. ഓക്കെ, അപ്പൊ അടുത്തത് ചെയ്തോളൂ. 1/5. 1/5ന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എത്ര വരുന്നേ? 1/5ന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എത്രയാണ്? വേഗം പറഞ്ഞു. ആരാണ്? ഹേമന്ത് പറഞ്ഞിട്ടുണ്ട് ആദ്യം. 5/1 ആണ്. 5/1 അതിന്റെ റെസിപ്രോക്കൽ എടുക്കുക അല്ലേ? അത്രയല്ലേ ഉള്ളൂ. അനഘ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എനിക്ക് അധികം എല്ലാവരെയും നമുക്ക് പേര് വിളിക്കാൻ സമയമില്ല. അതുകൊണ്ട് ഞാൻ ആദ്യം പറയുന്ന 1-2 പേരെ മാത്രം വിളിക്കുന്നത് കേട്ടോ. ഇനി അടുത്തത് നോക്കി നോക്കിയേ. കുറച്ച് വ്യത്യാസം ഉണ്ട് അല്ലേ? അടുത്തത് എന്താണ് വ്യത്യാസം? ശിവശ്രീ ആയിരുന്നു അല്ലെ നേരത്തെ പറഞ്ഞത്. ഓക്കെ ശിവശ്രീ, ഞാൻ പേര് വിട്ടുപോയതാ. ഓക്കെ ശിവശ്രീ. ഓക്കെ, ഇനി അടുത്തത് നോക്കിയേ. -5/8 മൾട്ടിപ്ലൈഡ് ബൈ -3/7. ഇതിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇത് രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് കിട്ടുന്ന ഉത്തരത്തിന്റെ റെസിപ്രോക്കൽ എടുക്കണം. മനസ്സിലായല്ലോ? നാലാമത്തെയാണ് പറയുന്നത്. അത് ഓൾറെഡി 2 നമ്പർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന ഫോമിലാണ് തന്നിട്ടുള്ളത്. ഈ ഒരു സംഖ്യയുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എടുക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയിട്ട് ഉത്തരം കിട്ടണ്ടേ? എന്നാലാണ് അതിനായിട്ട് പിന്നെ അതിന്റെ റെസിപ്രോക്കൽ, അതായത് അതിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. മനസ്സിലായോ? അപ്പൊ വേഗം ആദ്യം മൾട്ടിപ്ലൈ ചെയ്തോളൂ. -5/8 ഗുണിക്കണം -3/7. എത്ര ഉത്തരം വരുന്നത് എന്ന് വേഗം പറഞ്ഞ എല്ലാവരും. മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ കിട്ടിയെന്ന് ഞാനൊന്ന് നോക്കട്ടെ. വേഗം പറഞ്ഞോളൂ. എന്താണ് കുറച്ച് പേരൊക്കെ 1 എന്ന് ഉത്തരവിട്ടുണ്ടല്ലോ. എന്താണ് 1 എന്ന് നിങ്ങൾ പറഞ്ഞത്? 1 കിട്ടാൻ വേണ്ടി എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ഉത്തരം കേട്ടോ. അല്ലാതെ ഒന്നല്ല ഉത്തരം. 1 കിട്ടണമെങ്കിൽ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം എന്നുള്ളതാണ് ചോദ്യം. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഒന്നല്ല. ഏതൊരു സംഖ്യ കൊണ്ട് നമ്മുടെ റാഷണൽ നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്താലാണ് 1 കിട്ടുന്നത് എന്നുള്ളതാണ് നമ്മുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. അപ്പൊ നിങ്ങൾ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എത്രയാന്ന് ചോദിക്കുമ്പോൾ 1 എന്നല്ല ഉത്തരം എഴുതേണ്ടത്. 1 എന്ന് കുറച്ച് പേര് പറഞ്ഞത് കണ്ടു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് 1 അല്ല ഉത്തരം. ഓക്കെ, അപ്പോ ആദ്യം ഞാൻ ചോദിച്ചത് എന്താണ്? ഇതിന്റെ പ്രൊഡക്റ്റ് ആണ്. പ്രൊഡക്റ്റ് എത്രയാണ്? -5/8ഉം -3/17. ആരാണ്? ആദി എന്ന് പറഞ്ഞ പേരുള്ളത് ആരാണ്? ഓക്കെ, -5/8ഉം മൾട്ടിപ്ലൈഡ് ബൈ -3/7. അപ്പൊ നിങ്ങൾ ഇങ്ങനെ അതിനെ തന്നെ വീണ്ടും -3/7 അങ്ങനെ ചോദിക്കാനല്ല ഞാൻ പറഞ്ഞത്. ഫസ്റ്റ് ഞാൻ ചെയ്യാൻ നിങ്ങളോട് പറഞ്ഞത് ഇത് രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് കിട്ടുന്ന ഉത്തരം പറയാനാണ് ഞാൻ പറഞ്ഞത്. എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം? -5/8ഉം മൾട്ടിപ്ലൈഡ് ബൈ -3/7 അല്ലേ? എങ്ങനെയാ? ഈ മുകളിലുള്ള ആൾക്കാർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. 15 ഡിവൈഡഡ് ബൈ 8/7 56 അല്ലേ? ഇതാണ് നമ്മുടെ ഈ സംഖ്യ. ദിസ് ഈസ് ഈക്വൽസ് ടു 15/56. ഇനി ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കുക. ഇതിന്റെ റെസിപ്രോക്കൽ എത്രയാണ്? 56/15. ഇതാണ് നമ്മുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. 56/15. അപ്പൊ ആദ്യം നിങ്ങളടുത്ത് ഞാൻ പറഞ്ഞത് എന്ത് പറയാനാണ്? ഈ പ്രൊഡക്റ്റ് പറയാനാണ് ആദ്യം ഞാൻ പറഞ്ഞത്. അതിനുശേഷമാണ് എനിക്ക് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് വേണ്ടത് കേട്ടോ. അപ്പൊ കുറച്ച് പേരൊക്കെ ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ആദ്യം നിങ്ങൾ എന്ത് പറഞ്ഞു? മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് പറഞ്ഞു, പ്രൊഡക്റ്റ് ഒന്നും പറയാണ്ട്. അതുകൊണ്ടാണ് ഞാനത് പറയാതിരുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അതിനുശേഷം ആണ് നമുക്ക് അതിന്റെ പ്രൊഡക്റ്റ്. അപ്പൊ കുറച്ച് പേരൊക്കെ വീണ്ടും നെഗറ്റീവ് ഇട്ടിട്ടുണ്ട് ആൻസറിൽ. എങ്ങനെയാ നെഗറ്റീവ് വരുന്നത്? -5ഉം -3ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ +15 ആയില്ലേ?
പിന്നെ വീണ്ടും എങ്ങനെയാണ് നെഗറ്റീവ് വരുന്നത് ആൻസറിൽ? പിന്നെ നെഗറ്റീവ് വരില്ല കേട്ടോ. രണ്ട് നെഗറ്റീവുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ അത് പോസിറ്റീവ് ആകും. അറിയാലോ എല്ലാവർക്കും? ആ, അപ്പൊ അതാണ് അതിന്റെ ആൻസർ. ഇനി അടുത്തതിന്റെ ആൻസർ പറഞ്ഞോളൂ. അഞ്ചാമത്തെ ആൻസർ വേഗം പറഞ്ഞോളൂ. അഞ്ചാമത്തെ ആൻസർ വേഗം പറഞ്ഞോളൂ. എത്രയാണ് അഞ്ചാമത്തെ ആൻസർ? അപ്പൊ നമ്മൾ നാലാമത്തെ എന്ത് ചെയ്തേ? രണ്ട് നമ്പറുകൾ തമ്മിൽ ആദ്യം മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം അതിന്റെ റെസിപ്രോക്കൽ എടുത്തു. ആ റെസിപ്രോക്കൽ എന്ന് പറയുന്നതാണ് എന്ത്? നമ്മുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്, ഗുണന വിപരീതം അല്ലെ? ആ റെസിപ്രോക്കൽ ആണ്. വീണ്ടും പറയുന്നു, ഒന്നല്ല. അപ്പൊ കുറെ എന്ത് ഒന്നെന്ന് ഉത്തരം നിങ്ങള്? എന്തുകൊണ്ടാ ഒന്നെന്ന് ഉത്തരം ഇടുന്നേ? ആരൊക്കെയോ വീണ്ടും വീണ്ടും ഒന്നെന്ന് ഉത്തരം ഇടുന്നത് ഞാൻ കാണുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നതല്ല നമ്മുടെ ഉത്തരം. ഉത്തരം എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്, റെസിപ്രോക്കൽ ആണ് ഉത്തരം. ഒന്ന് നമുക്ക് ഉത്തരം കിട്ടണമെങ്കിൽ, ഉത്തരം കിട്ടാന്ന് പറഞ്ഞാൽ ഈക്വൽസ് ടു 1 വരണമെങ്കിൽ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ദാറ്റ് ഈസ് ദ ആൻസർ. അല്ലാതെ ഒന്ന് എന്ന് പറയുന്നതല്ല കേട്ടോ ഉത്തരം. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരും ഒന്നും എഴുതി വെക്കരുത് കേട്ടോ. ഒന്നല്ല ഉത്തരം. ഒന്ന് കിട്ടണമെങ്കിൽ ഏത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ഏതുകൊണ്ടാണ്? നമ്മുടെ റാഷണൽ നമ്പറിന്റെ റെസിപ്രോക്കൽ കൊണ്ട്. അപ്പൊ ആ റെസിപ്രോക്കൽ ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പോ കുറെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആദ്യം തന്നെ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 2/5 എന്നാണ് കിട്ടുന്നത്. ഓക്കെ, കുറെ പേരൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്. ഹേമന്ത് പറഞ്ഞിട്ടുണ്ട്, പിന്നെ രണാനഗ പറഞ്ഞിട്ടുണ്ട്, പിന്നെ അനിമ, കുറെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിന്റെ അപ്പോ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എത്ര ഉത്തരം വരുന്നേ? പിന്നെ അതുപോലെ തന്നെ നിങ്ങളോട് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ ആ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് മാത്രം എഴുതിയാൽ മതി. അല്ലാതെ 2/5 ഇൻറ്റു 5/2 ഈക്വൽസ് ടു 1 എന്ന് മൊത്തത്തിൽ എഴുതണമെന്നില്ല. 5/2 എന്ന് മാത്രം ഉത്തരം വന്നാൽ മതി കേട്ടോ. 2/5 ഈക്വൽസ് ടു 5/2 അല്ല, 2/5 മൾട്ടിപ്ലൈഡ് ബൈ 5/2 ആണ് 1. 5/2ഉം 2/5ഉം തുല്യമല്ല കേട്ടോ. അങ്ങനെ ആരും വിചാരിക്കരുത്. റെസിപ്രോക്കൽ എന്ന് പറയുന്നത് ഒരിക്കലും തുല്യമല്ല. 1/2ഉം 2ഉം തുല്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. 1/2 എന്ന് പറഞ്ഞാൽ അരയാണ്. അരയും 2ഉം ഈക്വൽ ആണോ? അല്ല. 2/5 മൾട്ടിപ്ലൈഡ് ബൈ 5/2. അപ്പൊ ഉത്തരം, ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത് 5/2 ആണ്. അതുപോലെ ലാസ്റ്റത്തെ -1 എന്നാണ് ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ. -1ന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എത്രയാണ് വരുന്നത്? -1ന്റെ വെറുതെ ഒരു -1 മാത്രമേ ഉള്ളൂ അല്ലെ? -1ന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് വേഗം പറഞ്ഞോളൂ. അപ്പോ ഈ നമ്പറും മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സും തുല്യമാണെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. അപ്പോ -1ന്റെ ആണ് ഞാൻ ചോദിക്കുന്നത്. -1ന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എത്രയാണ് വരുന്നത്? 1 ആണോ അതോ -1 ആണോ? -1 ഈക്വൽസ് ടു എന്ന് നിങ്ങൾ എഴുതുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് അത് മനസ്സിലാവാത്തത്? രണ്ടും ഈക്വൽ അല്ല. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോഴും ഈ മൾട്ടിപ്ലിക്കേറ്റീവ്, നിങ്ങളിപ്പോ കുറെ പേര് ഇങ്ങനെ എഴുതി കണ്ടു 2/5 ഈക്വൽസ് ടു 5/2. തെറ്റാണത്. എങ്ങനെയാണ് 2/5ഉം 5/2ഉം തുല്യമാകുന്നത്? മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത് ഗുണിക്കുമ്പോൾ 1 കിട്ടണം എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ഇത് ഒരിക്കലും തുല്യമല്ല. തുല്യമായി എന്ന് നിങ്ങൾ വിചാരിക്കാൻ പാടില്ല. രണ്ട് നമ്പറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് എഴുതി കഴിഞ്ഞാൽ അത് ഒരിക്കലും തുല്യം അല്ല. മനസ്സിലാക്കണം. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ രണ്ടും ഗുണിക്കാനായിട്ട് ഈ എഴുതുന്ന ഈ സംഖ്യേനെയാണ്. അപ്പൊ നിങ്ങളോട് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ വെറുതെ 5/2 എന്ന് എഴുതിയാൽ മതി. 2/5 ഈക്വൽസ് ടു 5/2 എന്ന് എഴുതി കഴിഞ്ഞാൽ ആൻസർ തെറ്റി. ഒരിക്കലും അത് തുല്യമല്ല. എങ്ങനെ തുല്യമാകുന്നത്? 5ൽ 2 ഭാഗവും 2ൽ 5 ഭാഗവും എന്ന് പറയുന്നത് ഒരിക്കലും തുല്യമല്ല. അപ്പൊ ഈ അവസാനത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. -1 എന്ന് പറഞ്ഞാൽ അത് -1/1 ആണ്. അതിന്റെ കൂടെ 1/-1 അല്ലേ ചേർക്കണ്ടേ? അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. -1/1 എന്ന് പറഞ്ഞാൽ -1 തന്നെയാണ്. 1/-1 എന്ന് പറഞ്ഞാൽ അത് -1 തന്നെയാണ്. കാരണം 1 അല്ലേ വരുന്നേ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? -1/-1 1. ഓക്കെ, അപ്പൊ ഇതിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? -1 തന്നെയാണ്. -1 ഇൻറ്റു -1 ആണ് എന്ത് കിട്ടുന്നത്? നമുക്ക് 1 കിട്ടുന്നത്. ഓക്കെ, അത് മനസ്സിലായി എന്ന് വിചാരിക്കണു. അപ്പൊ 1/-1 ആണ്. അപ്പൊ ഒരിക്കലും നിങ്ങൾ തുല്യമാണ് എന്ന് എഴുതരുത് കേട്ടോ, രണ്ട് സംഖ്യകളും. ഓക്കെ, യെസ്.
അപ്പൊ കുറെ പേരൊക്കെ ആൻസർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സിന്റെ ക്വസ്റ്റ്യൻസ്. അപ്പൊ അതും കഴിഞ്ഞു. അപ്പൊ നമ്മുടെ അഡിറ്റീവ് ഇൻവേഴ്സും മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സും അവസാനിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. അപ്പൊ നമ്മുടെ ആ ടോപ്പിക് കഴിഞ്ഞു കേട്ടോ. ഇനി സംശയമുള്ള ആൾക്കാർ വീഡിയോ വരുമ്പോ ഒന്ന് എടുത്ത് നോക്കിയിട്ട് പഠിക്കുക. ഓക്കെ ഓക്കെ. വേറെ മെസ്സേജുകൾ ഒന്നും ഗ്രൂപ്പിൽ വരണ്ട, സോറി ഗ്രൂപ്പിലല്ല ചാറ്റിൽ വരണ്ട. ഓക്കെ, ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ തമ്മിലുള്ള സംസാരങ്ങളൊന്നും വേണ്ട. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മുടെ അടുത്ത ഒരു ടോപ്പിക് എന്ന് പറയുന്നത് കമ്പാരിസൺ ഓഫ് റാഷണൽ നമ്പർ. രണ്ട് റാഷണൽ നമ്പറുകൾ തന്നിട്ട് ഇതിൽ ഏതാ വലുത് ഏതാ ചെറുതെന്ന് ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കുക? അത് നിങ്ങൾ ആലോചിക്കുക. അത് ഭയങ്കര എളുപ്പല്ലേ? രണ്ട് സംഖ്യകൾ തന്ന അതിൽ ഏതാ വലുത് ഏതാ ചെറുതെന്ന് കണ്ടുപിടിക്കാൻ. ഈ ടീച്ചർ എന്താ പറയണേ? ഞങ്ങൾക്ക് അറിയാം വലിയ സംഖ്യ ചെറിയ സംഖ്യ ഒക്കെ. അപ്പൊ അത് നിങ്ങൾ വിചാരിക്കുന്നത്ര എളുപ്പം അല്ല. ഓക്കെ, അത് അത്ര എളുപ്പമല്ല. നമുക്ക് കുറച്ചൊരു പ്രശ്നമുണ്ട് ഈ കമ്പയർ ചെയ്യാനായിട്ട് വരുമ്പോ. അതിന് കാരണം ഇപ്പൊ നിങ്ങൾക്ക് സാധാരണ നമ്പർ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ പറയാം അല്ലെ, അത് 2 ആണോ 3 ആണോ വലുത്, അല്ലെങ്കിൽ 10 ആണോ -10 ആണോ വലുത്, അല്ലെങ്കിൽ 20 ആണോ -100 ആണോ വലുത് എന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഉത്തരം പറയാനായിട്ട് പറ്റും. പറ്റില്ലേ? പറ്റും. പക്ഷെ റാഷണൽ നമ്പറുകളുടെ കേസസിൽ വരുമ്പോ കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടാവും. 2/3 ആണോ 4/20 ആണോ വലുത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എത്ര ഉത്തരം പറയാ? 2/3 ആണോ 4/20 ആണോ വലുത്? നിങ്ങൾക്ക് എന്താ തോന്നണേ? ഏത് സംഖ്യ ആയിരിക്കും വലിയ സംഖ്യ? അറിയോ ആർക്കെങ്കിലും? അറിയാമോ? GK ഉണ്ടാവും, GK ഉണ്ടാവാൻ സാധ്യതയുണ്ട്. GK എന്നല്ല, നിങ്ങൾക്ക് സോഷ്യലും ഒക്കെ പഠിക്കാനുണ്ടല്ലോ ഇല്ലേ? എനിക്ക് കറക്റ്റ് സിലബസ് GK അല്ല, മെന്റൽ എബിലിറ്റിയും പിന്നെ സാറ്റും മാത്രമേ ഉണ്ടാവുള്ളൂ. മാറ്റും സാറ്റും മാത്രമേ ഉണ്ടാവുള്ളൂ. മെന്റൽ എബിലിറ്റിയും പിന്നെ നമ്മുടെ സാറ്റിന്റെ ടോപ്പിക്സും മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് തോന്നണം. അപ്പൊ കുറച്ച് പേര് ഇതാ പറഞ്ഞു 2/3, കുറച്ച് പേര് പറയുന്നു 4/20 ആണ് വലുത് എന്ന് അല്ലെ. അപ്പൊ ഇങ്ങനത്തെ നമ്പറുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആകെ കൺഫ്യൂഷൻ ആവും. 4/20 ആണോ അതോ ഇനി 2/3 ആണോ വലുത് എന്ന് കാണുമ്പോൾ നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട് അല്ലെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് അത്ര എളുപ്പമല്ല. ഒരിക്കലും 4/20 അല്ല ഇവിടെ വലുത്. ഓക്കെ, 4/20 അല്ല വലുത്. കാരണം എന്താണ്? 4/20 എന്ന് പറഞ്ഞാൽ 20ൽ 4 ഭാഗം എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, 2/3 എന്ന് പറഞ്ഞാലോ 3ൽ 2 ഭാഗവും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കൊരു എക്സാം എടുത്തിട്ട് 3 മാർക്കിന്റെ ചോദ്യത്തിന് നിങ്ങൾക്ക് 3 മാർക്കിന്റെ എക്സാമിന് 2 മാർക്ക് കിട്ടി. വേറൊരു എക്സാമിന് 20 മാർക്കിന്റെ ചോദ്യത്തിൽ നിങ്ങൾക്ക് 4 മാർക്ക് കിട്ടി. ഏതാ കൂടുതൽ മാർക്ക്? ഏതാ കൂടുതൽ മാർക്ക്? നിങ്ങൾ ഒന്നും കൂടെ പറയുമെന്ന് പറയുന്നത് ഞാൻ കാണുന്നുണ്ട്. ബട്ട് എനിക്കിപ്പോ ഇത് വീണ്ടും നമ്മളത് പറയാൻ നിന്ന് കഴിഞ്ഞാൽ സമയം പോകുന്നത് കൊണ്ടാണ്. സോ സോറി, ബിക്കോസ് നമുക്ക് കുറേ പോർഷൻസ് തീർക്കാനുണ്ട്. അപ്പോൾ ഒരുപാട് പേരൊക്കെ വീണ്ടും വീണ്ടും പറയുകയാണെങ്കിൽ ഞാൻ റിപ്പീറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ നമുക്ക് 1-2 ആൾക്കാർക്കായിട്ട് നമുക്ക് റിപ്പീറ്റ് ചെയ്യുമ്പോൾ ബാക്കി കുറേ സമയം പോകും. അതുകൊണ്ടാണ് കേട്ടോ. ആരും ഒന്നും വിചാരിക്കരുത്. വീഡിയോസ് വരുമ്പോൾ നിങ്ങൾ ഒന്നും കൂടി ഇരുന്ന് കാണുക കേട്ടോ. അതുകൊണ്ട് മാത്രമാണ്. നമുക്ക് ഒരുപാട് പോർഷൻസ് കവർ ചെയ്യാറുണ്ട്. അപ്പൊ നമുക്ക് വീണ്ടും അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മുന്നോട്ട് പോവില്ല. അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? നിങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഒരിക്കലും 4/20 അല്ല വലുത്. ഓക്കെ, 4/20 അല്ല വലുത്. കാരണം എന്താണ്? 4/20 എന്ന് പറഞ്ഞാൽ 20ൽ 4 ഭാഗം എന്ന് മാത്രമേ അതിന്റെ ഇത് വരുന്നുള്ളൂ. അല്ലാതെ 2/3 എന്ന് പറഞ്ഞാൽ അത് 3ൽ 2 ഭാഗം. 3ൽ 2 ഭാഗം എന്ന് പറഞ്ഞാൽ അതല്ലേ വലുത്. 20 എണ്ണത്തിൽ നിങ്ങൾക്ക് 4 ഭാഗം തരിക എന്ന് പറഞ്ഞാൽ ഇത് ചെറിയൊരു സംഖ്യ അല്ലേ. അപ്പൊ ഇങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ വരുമ്പോ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കുറെ മെത്തേഡ്സ് ഉണ്ട്. ആ ഒരു മെത്തേഡ്സ് ആണ് നമ്മളിപ്പോ ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. എങ്ങനെ കമ്പയർ ചെയ്യാം, എങ്ങനെ മനസ്സിലാക്കാം, രണ്ട് സംഖ്യകൾ തന്നാൽ ഇതിൽ ഏതാണ് വലിയ സംഖ്യ ഏതാണ് ചെറിയ സംഖ്യ എന്ന് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതാണ് നമ്മുടെ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യം. ഓക്കെ, അപ്പൊ നോക്കിയേ, റാഷണൽ നമ്പേഴ്സ് ആർ കമ്പയർഡ് ടു ഡിറ്റർമൈൻ ദ റിലേറ്റീവ് സൈസ്. അപ്പൊ വലുത് ഏതാണ് ചെറുത് ഏതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിനെ
കമ്പയർ ചെയ്യുന്നത്. ഒന്നാമത്തെ കമ്പാരിസൺ, ഒരു നമ്പർ പോസിറ്റീവും മറ്റൊരു നമ്പർ നെഗറ്റീവും ആണെങ്കിൽ നിങ്ങൾ ഒന്നും നോക്കണ്ട, പോസിറ്റീവ് നമ്പർ ആയിരിക്കും വലുത്. ഉറപ്പല്ലേ അത്? അപ്പൊ ഫസ്റ്റത്തെ റൂൾ അതാണ്. ഒരു റാഷണൽ നമ്പർ പോസിറ്റീവും മറ്റൊരു റാഷണൽ നമ്പർ നെഗറ്റീവും ആണെങ്കിൽ ഒന്നും നിങ്ങൾ വേറെ ആലോചിക്കേണ്ട, ആ റാഷണൽ നമ്പറിലെ നെഗറ്റീവ് എത്ര വലിയ സംഖ്യ ആണെങ്കിൽ പോലും ഉറപ്പായും ആ പോസിറ്റീവ് നമ്പർ ആയിരിക്കും വലുത്. നമുക്ക് അറിയുന്ന കാര്യമല്ലേ, നെഗറ്റീവ് നമ്പർ എന്ന് പറയുന്നത് എത്ര വലുതാവുന്നതിനനുസരിച്ച് അത് ആക്ച്വലി അതിന്റെ വാല്യൂ കുറഞ്ഞല്ലേ വരുന്നത്. അപ്പൊ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ തരികയാണെങ്കിൽ -10/17 ഓക്കെ, അല്ലെങ്കിൽ വലിയൊരു സംഖ്യ തരാം ഞാൻ. വലിയ സംഖ്യ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് വലുതാവേണ്ടത്? എപ്പോഴും ശ്രദ്ധിക്കുക, വലിയ സംഖ്യ എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്റർ ആണ് വലുതാവേണ്ടത് കേട്ടോ, അംശമാണ് വലുതാവേണ്ടത്. അപ്പൊ -5/2 പിന്നെ പോസിറ്റീവ് 1/10. ഇതിൽ ഏതാ സംഖ്യ വലുത്? ഒന്നും ആലോചിക്കാനില്ല നിങ്ങൾക്ക്. എന്താണ് -5/2 എന്ന് പറയുന്നത്? ഒരു നെഗറ്റീവ് നമ്പർ ആണ്. നെഗറ്റീവ് നമ്പർ എത്ര വലിയ വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ പോലും അതിനൊരു നെഗറ്റീവ് സൈൻ ഉണ്ടെങ്കിൽ അത് ചെറിയ സംഖ്യ ആയിരിക്കും. അപ്പൊ ഇവിടെ വലിയ സംഖ്യ എന്ന് പറയുന്നത് 1/10 ആണ്. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കുക, ഒരു പോസിറ്റീവ് നമ്പറും നെഗറ്റീവ് നമ്പറും തമ്മിൽ, രണ്ട് നമ്പറുകൾ തമ്മിൽ വരികയാണെങ്കിൽ അതിൽ എന്താ സംഭവിക്കുന്നത്? പോസിറ്റീവ് നമ്പർ മാത്രമാണ് എപ്പോഴും വലുത്. മനസ്സിലായോ? നെഗറ്റീവ് നമ്പർ വലുതാവില്ല, പോസിറ്റീവ് നമ്പർ മാത്രമാണ് വലുത്. -5/2 1/10 എന്ന് പറയുന്ന രണ്ട് സംഖ്യകൾ വന്നാൽ പോസിറ്റീവ് നമ്പർ ആയിരിക്കും വലുത്. അത് നിങ്ങൾ എത്ര വലിയ സംഖ്യ ആണെങ്കിലും, ഇപ്പൊ ഇതിന് പകരം -100/2 ആയിരുന്നെങ്കിലും, -100/3 1/100 വന്നു കഴിഞ്ഞാൽ 100ൽ ഒരു ഭാഗമുള്ളൂ. ഇവിടെ 100/3 വലിയ സംഖ്യ. പക്ഷെ എന്തുണ്ട് ഇവിടെ? ഈ നെഗറ്റീവ് ഇവിടെ കിടക്കുന്നത് ഇതിനെ എന്താക്കി? ചെറുതാക്കി. ഓക്കെ, അപ്പൊ പോസിറ്റീവ് നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ ഏതാണോ പോസിറ്റീവ് നമ്പർ അതായിരിക്കും വലുത്. അപ്പൊ നിങ്ങൾ വേറെ ഒന്നും അതിൽ നോക്കേണ്ട കാര്യമില്ല. ഇനി ഒരു പോസിറ്റീവ് നമ്പറും സീറോയുമാണ് വരുന്നതെങ്കിൽ ഒബ്വിയസ്ലി പോസിറ്റീവ് നമ്പർ ആയിരിക്കും അവിടുത്തെ വലിയ സംഖ്യ. അതും നമുക്കറിയാം. 2/3 0 ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ആ പോസിറ്റീവ് നമ്പർ തന്നെയാണ് വലുത്. കാരണം 0 എന്ന് പറഞ്ഞാൽ അവിടെ വേറെ സംഖ്യകളൊന്നുമില്ല. പക്ഷെ ഈവൻ ചെറിയൊരു സംഖ്യ ആണെങ്കിൽ പോലും 2/3 അല്ലെങ്കിൽ 1/100 ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് കുറച്ച് വലുതാണല്ലോ 0-ത്തേക്കാൾ. അപ്പൊ ഒരു സീറോയും പിന്നെ ഒരു വേണമെങ്കിൽ 1/20 വന്നു കഴിഞ്ഞാൽ ഈ 1/20 ആണ് വലുത് അല്ലേ? 0 എന്ന് പറയുന്നത് ചെറിയതാണ്. ഇനി വേറൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു നെഗറ്റീവ് സംഖ്യയും സീറോയും വന്നാൽ 0 ആയിരിക്കും വലുത്. ഓക്കെ, ഒരു നെഗറ്റീവ് സംഖ്യ -100/23 പിന്നെ 0 ഏതാ വലുത്? 0 ആണ് വലുത് അല്ലേ? നെഗറ്റീവ് സംഖ്യയേക്കാൾ വലുത് 0 അല്ലേ? 0 കഴിഞ്ഞ് താഴേക്ക് പോകുമ്പോഴല്ലേ അത് ചെറുതായി വരുന്നത്. 0 ആണ് എന്ത്? വലിയ സംഖ്യ. 0 ആണ് എന്ത്? നെഗറ്റീവ് സംഖ്യയേക്കാൾ വലിയത്. ഓക്കെ, നെഗറ്റീവേക്കാൾ വലിയതായിട്ട് വരുന്ന സംഖ്യ 0 ആണ്. അതുകൊണ്ട് 0 ആണ് നെഗറ്റീവ് സംഖ്യയേക്കാൾ വലുത്. ഓക്കെ, മനസ്സിലായോ? 0 ആണ് നെഗറ്റീവ് സംഖ്യയേക്കാൾ വലിയ സംഖ്യ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒരു പോസിറ്റീവും നെഗറ്റീവും സംഖ്യ വന്നു കഴിഞ്ഞാൽ ആ പോസിറ്റീവ് സംഖ്യയാണ് ആ പോസിറ്റീവ് സംഖ്യയാണ് എപ്പോഴും വലുത്. അപ്പൊ നിങ്ങൾ അതിന്റെ വാല്യൂ ഒന്നും നോക്കണ്ട, പോസിറ്റീവ് നെഗറ്റീവ് ആണോ? പോസിറ്റീവ് ആണ് വലുത്. ഇനി പോസിറ്റീവും സീറോയും വന്നാൽ ആ പോസിറ്റീവ് സംഖ്യയാണ് വലുത്. നെഗറ്റീവ് സംഖ്യയും സീറോയും ആണ് നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ ചോദിക്കുന്നതെങ്കിൽ ഒന്നും ആലോചിക്കേണ്ട, 0 ആണ് വലുത്. ഓക്കെ, ഇനി ഇതൊന്നും അല്ലാതെ വരുന്ന കാര്യങ്ങളാണ് നമ്മളെ പ്രശ്നത്തിലാക്കുന്നത്. എന്താണ് ഈ ചാറ്റിൽ നിങ്ങൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നതല്ലേ വേറൊരു സംസാരവും വരണ്ടാന്ന്? സ്ക്രീൻഷോട്ട് എടുത്ത് ഗ്രൂപ്പിലേക്ക് ഇടണോ? വേണോ? ചാറ്റിൽ വേറെ യാതൊരുവിധ മെസ്സേജസും വരണ്ടാന്ന് പറഞ്ഞിരുന്നതാണ്. ഇനി ഇതിൽ പോലെ വീണ്ടും മെസ്സേജസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗ്രൂപ്പിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് ഇടേണ്ടി വരും കേട്ടോ. നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കാണ്ട്, നിങ്ങൾ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ക്ലാസ് എടുക്കുമ്പോ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പോ ഇനിയാണ് നമ്മുടെ പ്രശ്നത്തിലാക്കുന്ന കമ്പാരിസൺ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലത്തെ പ്രശ്നത്തിലാക്കുന്ന കമ്പാരിസൺസ്. അപ്പൊ നോക്കി നോക്കൂ, അതിനുള്ള ഒരു പരിഹാരമാണ് നമ്മൾ ഇനി പറയാൻ പോണത്. ഞാനൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കാം. 2/3 ആണോ
3/2 ആണോ വലുത്? ഇതിലേതാ വലുത്? 2/3 ആണോ 3/2 ആണോ വലുത്? അപ്പൊ ഇങ്ങനെ പെട്ടെന്ന് കാണുമ്പോ നമുക്കൊരു കൺഫ്യൂഷൻ വരും. അയ്യോ 2/3 3/2 ഇതിലിപ്പോ ഏതാ വലുത്? എങ്ങനെയാ വലുതിനെ കണ്ടുപിടിക്കുക? കാരണം രണ്ടും പോസിറ്റീവ് ആണ്. രണ്ടും പോസിറ്റീവും രണ്ടും നെഗറ്റീവും വന്നു കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ അതിന്റെ വാല്യൂലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലേ? അപ്പൊ ഇങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ നേരത്തെ ചെയ്ത സംഭവം തന്നെ നമ്മുടെ LCM എടുക്കുക. എന്താണ് എടുക്കേണ്ടത്? LCM. എന്താണ് LCM എടുക്കുന്നത്? ഡിനോമിനേറ്ററുകളുടെ LCM എടുക്കുക. അപ്പൊ എല്ലാവരും പറയുന്നുണ്ട് 3/2 ആണ് വലുത് എന്ന്. കുറച്ചു പേരൊക്കെ പറയുന്നുണ്ട് 2/3 ആണ് വലുത്. അപ്പൊ ഈ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഡിനോമിനേറ്ററുകളെ ശ്രദ്ധിച്ചു കേൾക്കുക. ഡിനോമിനേറ്ററുകളെ തുല്യമാക്കുക. അതിനുശേഷം ന്യൂമറേറ്ററുകൾ കമ്പയർ ചെയ്യുക. എന്താണ് ചെയ്യേണ്ടേ? ഡിനോമിനേറ്ററുകൾ തുല്യമാക്കുക. ദെൻ ന്യൂമറേറ്ററുകളെ കമ്പയർ ചെയ്യുക. റിയലി ഇമ്പോർട്ടന്റ്. ഇനി മനസ്സിലായില്ല എന്നാരും പറയരുത്. ഡിനോമിനേറ്ററുകൾ തുല്യമാക്കിയതിനു ശേഷം ന്യൂമറേറ്ററുകൾ തമ്മിൽ കമ്പയർ ചെയ്യുക. പിന്നെ വളരെ എളുപ്പമാണ്. ന്യൂമറേറ്ററിൽ ഏതാണോ വലിയ സംഖ്യ അതാണ് വലിയ സംഖ്യ. അപ്പൊ നോക്കിയേ, ഇവിടത്തെ നമ്മുടെ LCM എന്താ? 3ന്റെയും 2ന്റെയും 3ഉം 2ഉം ആണല്ലേ ഡിനോമിനേറ്റർ. എന്താ 3ന്റെയും 2ന്റെയും LCM? നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യം. LCM നമ്മൾ പഠിച്ചില്ലേ? ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ പഠിച്ചല്ലോ. റാഷണൽ നമ്പറുകളുടെ അഡീഷനും നമ്മുടെ സബ്സ്ട്രാക്ഷനും ഒക്കെ എടുത്തപ്പോ നമ്മൾ പഠിച്ചിരുന്നു. ലഘുത്തമ സാധാരണ ഗുണിതം ലസാഗു. ഇവിടെ മലയാളമൊക്കെ ഉണ്ട് കേട്ടോ, ആരും പേടിക്കണ്ട. ലഘുത്തമ സാധാരണ ഗുണിതം ലസാഗു എടുക്കുക. ലസാഗു എടുക്കലാണ് നമ്മളിവിടെ ചെയ്യാൻ പോണത്. എന്തിന്റെ? ഡിനോമിനേറ്ററിന്റെ മാത്രം. ഡിനോമിനേറ്ററുകൾ ഛേദം തുല്യമാക്കിയതിനു ശേഷം അംശത്തിലെ സംഖ്യകൾ തമ്മിൽ കമ്പയർ ചെയ്യുക. അപ്പൊ ഛേദം തുല്യമാക്കാൻ നമ്മുടെ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ഓഫ് 3 and 2 എന്ന് പറയുന്നത് 6 ആണ്. എന്ത് ചെയ്യണം? ഈ 3നെ 6 ആക്കാൻ മൾട്ടിപ്ലൈ ബൈ 2. അപ്പൊ ഇവിടെ മാത്രം ചെയ്താൽ പോരാ, താഴെ മാത്രം ചെയ്താൽ പോരാ. മുകളിലും നമ്മൾ എന്താണോ താഴെ ചെയ്യുന്നത് അതിനെ കൊണ്ട് മുകളിലും ചെയ്യണ്ടേ? ഇവിടെ 2നെ 6 ആക്കാൻ മൾട്ടിപ്ലൈഡ് ബൈ 3. അപ്പൊ ഇത് മനസ്സിലാവാത്ത ആൾക്കാർ ഉറപ്പായും വീഡിയോ കാണണം. നമ്മള് ലസാഗുവിനെ ഒക്കെ പറ്റി വിശദമായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പൊ നോക്കിയേ, 2/2 എന്ന് പറയുന്നത് എന്തായി? 4. 3/2 എന്ന് പറഞ്ഞതോ 6 അല്ലെ? ഇവിടെയോ 3 times 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9. 2 times 3 എന്ന് പറഞ്ഞാൽ 6. അപ്പൊ നോക്കിയേ, ഡിനോമിനേറ്ററുകൾ തുല്യമായ സ്ഥിതിക്ക് നമ്മൾ ഈ നമ്പറുകളെ മാത്രം നോക്കിയാൽ മതി. ഏതാ വലുത്? 4 ആണോ 9 ആണോ വലുത്? 4 ആണോ 9 ആണോ വലുത്? 9 ആണ് വലുത്. പിന്നെ വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ഈ നിങ്ങളുടെ ചോദ്യം എന്ന് പറയുന്നത് 2/3 ആണോ 3/2 ആണോ വലുത് എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പൊ നമ്മൾ ഉത്തരം എന്ത് എഴുതി വെക്കുക? 9/6 എന്ന്. ഉത്തരം 9/6 അല്ല. ഉത്തരം എന്താ? 3/2. 3/2നെ നമ്മള് കമ്പയർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ഇങ്ങനത്തെ ഫോമിലേക്ക് ആക്കിയത്. ഉത്തരമായിട്ട് എഴുതുമ്പോൾ നമുക്ക് ഒറിജിനലി ചോദിച്ച ചോദ്യത്തിലുള്ള സംഖ്യകൾ വേണം എഴുതാൻ. മനസ്സിലായോ? അത് കോമൺ ആയിട്ട് വരുന്ന ഒരു മിസ്റ്റേക്ക് ആണ്. നമ്മൾ മാറ്റി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഓക്കെ, ഈ 9/6 അല്ലേ വലുത്? അപ്പൊ 9/6 ഉത്തരം അല്ല. ഈ 9/6 എന്ന് പറഞ്ഞാൽ അത് 3/2 ആണ്. ഈ 4/6 എന്ന് പറഞ്ഞാൽ അത് 2/3 ആണ്. അപ്പൊ ഏതാ വലുത്? 3/2 ആണ് വലുത്. കാരണം എന്താ ചെയ്യണ്ടേ? ഡിനോമിനേറ്ററുകളെ തുല്യമാക്കി കഴിഞ്ഞാൽ ന്യൂമറേറ്ററിൽ കിടക്കുന്ന ആൾ ആരാണോ വലുത് അത് ഏത് സംഖ്യേനെ മാറ്റിയപ്പോഴാണോ അത് കിട്ടിയത്. അപ്പൊ 3/2 ആണ് ഇവിടുത്തെ വലിയ സംഖ്യ. മനസ്സിലായോ? അപ്പൊ എപ്പോഴും ഇതാണ് നമ്മുടെ മെത്തേഡ്. ഡിനോമിനേറ്ററുകളെ തുല്യമാക്കുക. LCM എടുത്ത് ഡിനോമിനേറ്ററുകളെ തുല്യമാക്കിയതിന് ശേഷം ന്യൂമറേറ്ററുകൾ തമ്മിൽ കമ്പയർ ചെയ്യുക. അപ്പൊ നമുക്ക് 4ഉം 9ഉം എന്നാണ് കിട്ടിയത്. 9/6 ആരാണോ അയാളാണ് വലുത്. 9/6 എന്ന് പറയുന്നത് ആരാണ്? 3/2 ആണ്. അപ്പൊ 3/2 ആണ് നമ്മുടെ വലിയ ഉത്തരം. കിട്ടിയോ? എല്ലാവർക്കും മനസ്സിലായോ? അപ്പൊ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഡിനോമിനേറ്ററുകളും ന്യൂമറേറ്ററുകളും തുല്യം അല്ലെങ്കിൽ കണ്ടുപിടിക്കേണ്ടത്. എന്ത് ചെയ്യണം? ന്യൂമറേറ്ററിനെ അല്ലാണ്ട് തുല്യമാക്കണ്ടേ, ഡിനോമിനേറ്ററിനെ തുല്യമാക്കുക, എന്നിട്ട് കമ്പയർ ചെയ്യാം. ഓക്കെ. പിന്നെ വേറൊരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ജനറൽ ആയിട്ട് പറയാണ്, ന്യൂമറേറ്ററിന്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് ആ ഫ്രാക്ഷന്റെ മൊത്തത്തിലുള്ള വാല്യൂ കൂടും. ഇനി ഡിനോമിനേറ്ററിന്റെ ആണ് വാല്യൂ കൂടിക്കൊണ്ടിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫ്രാക്ഷന്റെ മൊത്തത്തിലുള്ള വാല്യൂ കുറയുകയാണ് കേട്ടോ ചെയ്യാം.
വലിയ ഡിനോമിനേറ്റർ വരുന്നതനുസരിച്ച് ഡിനോമിനേറ്ററിന്റെ വാല്യൂ കൂടുന്നതനുസരിച്ച് മൊത്തത്തിലുള്ള നമ്മൾ ആ ഡെസിമൽസിന്റെ വാല്യൂ കുറയും. ഇനി ഇതും അല്ലാതെ വേറൊരു മാർഗം ഉള്ളത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നോർമലി ഡിവൈഡ് ചെയ്ത് നോക്കാം. സാധാരണ ഡിവിഷൻ ചെയ്ത് ഏതാണോ വലിയ ഉത്തരം കിട്ടുന്നത് എന്നുള്ളത് നോക്കാം. പക്ഷെ അതിനേക്കാൾ ബെറ്റർ ഇതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം 2/3 3/2 ഡിവൈഡ് ചെയ്യാനായിട്ട് വരുമ്പോൾ നിങ്ങൾ 2 ഡിവൈഡഡ് ബൈ 3 അപ്പൊ പോയിന്റ് ഇട്ടു അങ്ങനെ ചെയ്യേണ്ടി വരും. ഓക്കെ, അതിനേക്കാൾ എളുപ്പം ഇതല്ലേ. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ എക്സാമിന്. കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ എളുപ്പമായിരുന്നു. 2/3 ആണോ 3/2 ആണോ എന്ന് കാൽക്കുലേറ്ററിൽ അങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. പക്ഷെ അത് നമുക്ക് പറ്റില്ലല്ലോ. അതുകൊണ്ട് സാധാരണ ഫ്രാക്ഷൻ അല്ലെങ്കിൽ സാധാരണ ഡിവിഷനിലേക്ക് പോണേക്കാട്ടിലും ബെറ്റർ ഇതാണ്. ഡിനോമിനേറ്ററുകളെ കോമൺ ആക്കുക, ന്യൂമറേറ്ററുകൾ തമ്മിൽ കമ്പയർ ചെയ്യുക. ഇത് തന്നെയാണ് എവിടത്തെ പ്രശ്നവും. നമ്മുടെ നെഗറ്റീവ് വന്നാലുള്ള പ്രശ്നം. അപ്പൊ നെഗറ്റീവ് വന്നാലുള്ള ഒരു ചോദ്യം ഞാൻ തരാം കേട്ടോ. ഒന്ന് വേഗം എല്ലാവരും കണ്ടുപിടിച്ചോ. -3/4 മൈനസ് 8 വേണ്ട, -3/4 മൈനസ് ഇരുന്നോട്ടെ 8/3. ഇതൊന്ന് വേഗം ചെയ്തിട്ട് ഏതാ വലുതെന്നൊന്ന് പറഞ്ഞേ. ഈ രണ്ട് സംഖ്യകൾ തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ഏതാണ് വാച്ചിൽ കാൽക്കുലേറ്റർ ഉണ്ട്. വാച്ച് ഒന്നും കെട്ടി നിങ്ങൾ എക്സാമിന് കയറ്റില്ല കേട്ടോ. അങ്ങനത്തെ സ്മാർട്ട് വാച്ചുകളൊന്നും കെട്ടിയിട്ട് എക്സാമിന് കയറ്റില്ല. അത് ആലോചിച്ചിരിക്കണോ? അതൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല കോമ്പറ്റേറ്റീവ് എക്സാമിന്. വാച്ചിലെ കാൽക്കുലേറ്റർ അടിപൊളിയായി. ഒക്കെ വേഗം കണ്ടുപിടിച്ചോളൂ. വേഗം ഉത്തരം കണ്ടുപിടിച്ചോളൂ. -3/4 -8/3. വേഗം. ഇതിലെ വലിയ സംഖ്യയാണ് എനിക്ക് വേണ്ടത്. നിങ്ങൾ LCM എടുത്ത് കണ്ടുപിടിച്ച് വലിയ സംഖ്യ പറയുക. വലിയ സംഖ്യ കേട്ടോ. -8/3 അതാണോ വലിയ സംഖ്യ? കുറെ പേര് അങ്ങനെ പറയുന്നുണ്ട്. എനിക്ക് നിങ്ങൾ LCM എടുത്ത് കിട്ടുന്ന ഉത്തരം ആദ്യം എഴുതണം രണ്ടിന്റെയും. എന്നിട്ട് വേണം നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസർ പറയാൻ. -3/4 എന്ന് പറയുന്നുണ്ട്, -8/3 എന്ന് പറയുന്നുണ്ട്. എവിടെ മൈനസ്? എവിടെ? ഞാൻ വെറും 8/3 അല്ല. അപ്പൊ നിങ്ങൾക്ക് ഡിഫറെന്റ് ആൻസേഴ്സ് ആണ്. 4/3 എന്ന് കുറെ പേര് പറയാം. എവിടെ 4/3? ക്വസ്റ്റ്യനിൽ പോലും ഇല്ല 4/3. എവിടെന്നാ കിട്ടിയത് നിങ്ങൾക്ക് 4/3? ശ്രദ്ധിച്ച് ഇരിക്കുക. നിങ്ങൾ ശ്രദ്ധിച്ച് പറഞ്ഞ എങ്ങനെയാണ് ഈ മൈനസ് ഒക്കെ എവിടെ പോണു ആൻസർ ഇടുമ്പോ? ഇങ്ങനെ ആൻസർ ചെയ്തിയാ ഉത്തരം തെറ്റി. -3/4 -8/3 എന്ന് ചോദ്യം തന്നിട്ട് അതില് ഞാൻ ചോദിക്കാത്ത സംഭവങ്ങളൊക്കെയാണ് ഓരോരുത്തർ ഇടുന്നത്. 3/4 ഇറ്റ്സ് കറക്റ്റോ? 3/4 ആണോ കറക്റ്റ്? 3/4 എന്ന് പറയുന്ന ഒരു സാധനം ഞാൻ ചോദിച്ചിട്ട് പോലും ഇല്ലല്ലോ. ആരാണ് ഇത് പറഞ്ഞത്? ഈ ജിൻസി ഫ്രാൻസിസ് എന്ന് പറയുന്ന ആളാരാണ്? 3/4 കറക്റ്റ് ആണെന്നൊക്കെ പറയട്ടെ. 3/4 എന്നുള്ളത് ക്വസ്റ്റ്യനിൽ പോലും ഇല്ല. ഞാൻ -3/4 -8/3 ആണ് ചോദിച്ചത്. അപ്പൊ 3/4 കറക്റ്റ് എന്ന് ഉത്തരം പറഞ്ഞ എങ്ങനെ ശരിയാവുക? നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. നെഗറ്റീവ് ഇടാണ്ട് ഉത്തരം വെറുതെ ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയായ ഉത്തരം അല്ല. നെഗറ്റീവ് ഇല്ലാതെ, നെഗറ്റീവ് അല്ല ഒരു ചെറിയ വ്യത്യാസം. നോ, നെഗറ്റീവ് എന്ന് പറയുന്നത് വളരെ വലിയൊരു വ്യത്യാസം തന്നെയാണ്. അപ്പൊ കുറെ പേർക്കും ഓൾമോസ്റ്റ് എല്ലാവർക്കും മിക്സ്ഡ് ആൻസേഴ്സ് ആ വരുന്നത്. കുറെ പേര് 8/3 -8/3 പറയുന്നുണ്ട്, കുറെ പേര് -3/4 പറയുന്നുണ്ട്. അപ്പൊ ഇതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുക. അപ്പൊ ഞാൻ അതിന്റെ ജസ്റ്റ് ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്ത് നോക്കണം? ഇതിന്റെ ഡിനോമിനേറ്ററിനെ തുല്യമാക്കണം അല്ലെ? ഡിനോമിനേറ്ററിനെ തുല്യമാക്കാൻ എന്താ ചെയ്യണ്ടേ? 4ന്റെയും 3ന്റെയും LCM 12 അല്ലെ? അപ്പൊ 12 ആക്കണമെങ്കിൽ 4നെ 3 കൊണ്ട് ഗുണിക്കണം. അപ്പൊ മുകളിലുള്ള ആളെ 3 കൊണ്ട് ഗുണിക്കുമ്പോ -9/12. ഇവിടെ -8ഉം 3ഉം 4 കൊണ്ട് ഗുണിക്കണം അല്ലെ? മുകളിലും താഴെയും 4 കൊണ്ട് ഗുണിക്കണം. -32/12 അല്ലെ? 3 ഗുണിക്കണം 4 12, 8 ഗുണിക്കണം 4 32 അല്ലെ? അതെ. അപ്പൊ 32ഉം 9ഉം ഏതാ വലുത്? -9ഉം -32ഉം ഏതാണ് വലുത്? ഏത് സംഖ്യയാണ് വലുത്? -9ഉം -32ഉം ഏതാണ് വലുത്?
ആ ഒരു ഉത്തരം മാത്രം എനിക്ക് കേട്ടാൽ മതി. -9 -32. ഇതിൽ രണ്ടിലും ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? ജിസ്മോനാണ് ടൈപ്പ് ചെയ്തത് 3/4 ഇറ്റ്സ് കറക്റ്റ് എന്ന് പറഞ്ഞിട്ട്. ജിസ്മോൻ എന്താണ് ശ്രദ്ധിക്കാത്ത? എവിടെ ഞാൻ 3/4 എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ -3/4 എന്നാണ് ചോദിച്ചത്. അപ്പൊ ക്വസ്റ്റ്യനിൽ പോലും ഇല്ലാത്ത ഒരു സംഭവം എങ്ങനെയാണ് ആൻസർ ആയിട്ട് കിട്ടുന്നത്? മൈനസ് എവിടെ പോയി? അപ്പൊ കുറെ പേര് പറയണു -9 വലുതെന്ന്. ഒന്ന് രണ്ട് പേർക്ക് 32 വലുത്. എങ്ങനെ 32? അപ്പൊ ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ നെഗറ്റീവ് സംഖ്യ എടുക്കാൻ പറഞ്ഞത്. നിങ്ങൾ നേരെ നോക്കുമ്പോ 9ഉം 32ഉം 32 അല്ലേ വലിയ സംഖ്യ അല്ലേ? അയ്യോ 32 വലിയ സംഖ്യയാണ് എന്ന് നിങ്ങൾക്ക് തോന്നും. അല്ല, നെഗറ്റീവ് സൈൻ ആണ് കിടക്കുന്നതെങ്കിൽ എങ്ങനെയാണ് അതിന്റെ ഒരു വഴി? അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമല്ലേ? നെഗറ്റീവ് വരുംതോറും സംഖ്യയുടെ വാല്യൂ കുറഞ്ഞാണ് വരിക. -1 ആണ് ഏറ്റവും ചെറിയ നെഗറ്റീവ് സംഖ്യ. ഏറ്റവും വലിയ നെഗറ്റീവ് സംഖ്യ -1നേക്കാൾ ചെറുതാണ് ബാക്കി വരുന്ന -2ഉം -3ഉം -4ഉം ഒക്കെയും ചെറുതാണ്. ഓക്കെ, അപ്പൊ നെഗറ്റിവിറ്റി അവിടെ ഉണ്ടെങ്കിൽ വലിയ സംഖ്യകൾ എന്ന് പറയുന്നത് ആക്ച്വലി ചെറുതാണ്. -9 ആണ് -32നേക്കാൾ വലുത്. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. -9 എന്ന് പറയുന്നത് -32നേക്കാൾ വലിയ സംഖ്യയാണ്. -32 is the small number comparing to -9. -9നോട് കമ്പയർ ചെയ്യുമ്പോൾ -32 എന്ന് പറയുന്നത് ഒരു ചെറിയ സംഖ്യയാണ്. കാരണം എന്താ? നെഗറ്റീവ് സൈൻ വരുമ്പോ നമുക്ക് ചെറിയ സംഖ്യകളാണ് ശരിക്കും വലിയ വാല്യൂ വരുന്നത്. അപ്പൊ നിങ്ങളുടെ ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പൊ അത് നോക്കണ്ട. -9ഉം -32ഉം എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാ നമ്പർ ലൈൻ വരയ്ക്കുക? നമ്പർ ലൈൻ വരച്ചിട്ട് ഇവിടെ 0 ആണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെയല്ലേ പോവാ? -1 -2 -3 -4 -. അതിന്റെ അർത്ഥം എന്താ? ഇങ്ങോട്ട് പോകും തോറും വാല്യൂ കുറഞ്ഞാണ് വരുന്നത്. ഓക്കെ, അപ്പൊ -1നേക്കാൾ ചെറുതാണ് -2. നെഗറ്റിവിറ്റി ആണ് കൂടുക. അതായത് നെഗറ്റിവിറ്റി കൂടുക എന്ന് പറഞ്ഞാൽ വാല്യൂ കുറഞ്ഞു വരിക. അപ്പൊ ഇതാണ് വലുത്. ഇത് വലുത് എന്ന് പറഞ്ഞാൽ എന്താണ് ഉത്തരം? ഇതാണ് ഉത്തരം. -3/4 ആണ് ആൻസർ. ഓക്കെ, അപ്പൊ മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മുടെ എന്ത് വരുന്നത്? മൈനസുകൾ തമ്മിലുള്ള കാര്യം വരുന്നത്. അപ്പൊ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്പർ ലൈനിൽ റേഷണൽ നമ്പർ നമ്മളൊരു പോയിന്റ് ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ പോയിന്റ് റൈറ്റിലേക്കാണ് പോകുന്നതെങ്കിൽ അത് കൂടി വരും. ഒരു നമ്പർ ലൈൻ എന്താ നിങ്ങൾക്ക് അറിയോ? 2, 3 ഇങ്ങനെ എഴുതുന്നതിനെയാണ് നമ്പർ ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങോട്ട് പോകും തോറും വാല്യൂ കൂടി വരും. ഇങ്ങോട്ട് പോകും തോറും വാല്യൂ കുറഞ്ഞു വരും. അപ്പൊ നോക്കിയേ, 1/2 എന്ന് പറയുന്ന ആൾ ഇതാ ഇവിടെ കിടക്കുക അല്ലെ? ഇതിന്റെ ഇടയിൽ -2/3 ആരെങ്കിലും ആണെങ്കിലോ 2/4 എന്തെങ്കിലും ആണെങ്കിലോ ഇവിടെ കിടക്കുക അല്ലെ? അപ്പൊ നോക്കിയേ, ആരാ വലുത്? 1/2 ആണ് വലുത്. കാരണം അത് പോസിറ്റീവ് ആണ്. മനസ്സിലായല്ലോ? അപ്പൊ ഇങ്ങനെയാണ് നമ്മളൊരു നമ്പർ ലൈനിൽ നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയാണ് കമ്പയർ ചെയ്യുക. അപ്പൊ കമ്പയർ ചെയ്യുന്നത് പ്ലസ് വന്നു കഴിഞ്ഞാൽ ഏതാണോ വലുത് അതാണ് വലുത്. 9ഉം വെറും 9ഉം 32ഉം വരണമെങ്കിൽ 32 വലുത്. അത് നമുക്കറിയാം അല്ലെ? പോസിറ്റീവ് ആണെങ്കിൽ വാല്യൂസ് കൂടുന്നതനുസരിച്ച് സംഖ്യയുടെ മൊത്തത്തിലുള്ള വാല്യൂവും കൂടും. നെഗറ്റീവ് ആണെങ്കിൽ വാല്യൂ മാഗ്നിറ്റ്യൂഡ് കൂടുന്നതിനനുസരിച്ച്, അതിനെ മാഗ്നിറ്റ്യൂഡ് എന്നാണ് പറയുന്നത്, മൊത്തത്തിലുള്ള വാല്യൂ കുറയും. ഓക്കെ, അപ്പൊ -3/4 ആണ് ഉത്തരം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? അപ്പൊ നമ്മള് കമ്പാരിസണും കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത്, അപ്പൊ കമ്പാരിസന്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ എല്ലാവരും? നമ്മുടെ പോസിറ്റീവും നെഗറ്റീവും 0 സംഖ്യാരേഖ അതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് മലയാളത്തിലും. ഓക്കെ, അപ്പൊ ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക്. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ വരുന്നതാണ്. അപ്പൊ ഈ എക്സാമ്പിൾസ് നിങ്ങൾ തന്നെ ചെയ്യോ? ഓക്കെ, അപ്പോ 8/9 ഇത് തന്നെ ചെയ്യോ നിങ്ങൾ? ഇത് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യണോ? നമുക്ക് ഒരു ടോപ്പിക്കും കൂടിയാണ് ഉള്ളൂ ഇതില്. അത് കഴിഞ്ഞാൽ കഴിഞ്ഞു. പക്ഷെ ആ ടോപ്പിക് ഇപ്പൊ പറയാൻ പറ്റുമോന്ന്? ഈ ക്വസ്റ്റ്യൻസ് ഹോംവർക്ക് കേട്ടോ. ഈ ക്വസ്റ്റ്യൻസ് ഹോംവർക്ക് അത് ഞാനിപ്പോ ഇതൊന്ന് വേഗം പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം.
ഈ റാഷണൽ നമ്പറുകളെ എങ്ങനെയാണ് നമ്പർ ലൈനിൽ കാണിക്കുക, റെപ്രസെന്റിങ് റാഷണൽ നമ്പേഴ്സ് ഓൺ നമ്പർ ലൈൻ എന്നുള്ളതാണ് ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ. അതും കൂടി നമുക്കൊന്ന് വേഗം ഡിസ്കസ് ചെയ്തിട്ട് ഈ ചാപ്റ്റർ അവസാനിപ്പിക്കാം. ഓക്കെ, റാഷണൽ. അപ്പോ നിങ്ങളുടെ അടുത്ത് ഞാൻ നമ്പർ ലൈൻ എന്താന്ന് പറഞ്ഞു അല്ലെ? എന്താണ് നമ്പർ ലൈൻ? ഒന്ന് വേഗം നോക്കിക്കോളൂ കേട്ടോ, വേഗം പറയാം. കുഴപ്പമില്ല, ഇനിയിപ്പോ ഇത് കിട്ടിയില്ലെങ്കിൽ അടുത്ത ദിവസം പ്രാവശ്യം കൂടി പറയാം. പക്ഷെ ഒന്ന് വേഗം പറഞ്ഞ് നമുക്ക് ഈ ചാപ്റ്റർ അവസാനിച്ചെന്ന് പറയാലോ. ഓക്കെ, നമ്പർ ലൈൻ എന്ന് പറഞ്ഞാൽ നമ്പേഴ്സിനെ ഒരു നേർരേഖയിൽ കാണിക്കുന്ന ഈ സംഖ്യാരേഖ അല്ലെങ്കിൽ നമ്പർ ലൈൻ എന്ന് പറയുന്നത്. നോക്കൂ, റൈറ്റ് സൈഡിൽ എപ്പോഴും പോസിറ്റീവ് നമ്പേഴ്സ്, ലെഫ്റ്റ് സൈഡിൽ നെഗറ്റീവ് നമ്പേഴ്സ്. പിന്നെ ഈ ആരോയും നിർബന്ധമാണ്. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? ഒരു രസത്തിന് ഇവിടെ പോസിറ്റീവ് നമ്പർ ഇവിടെ നെഗറ്റീവ് നമ്പർ എഴുതാന്ന് പറഞ്ഞാൽ അത് പോസിബിൾ അല്ല. 0 സെന്ററിൽ വരണം. വലതു ഭാഗത്തേക്ക് 1 2 3 4 എന്ന് പറഞ്ഞ പോസിറ്റീവ് സംഖ്യകൾ ഇങ്ങനെ കൂടി കൂടി പോണു. ഇടതു ഭാഗത്തേക്ക് ഇങ്ങനെ നെഗറ്റീവ് സംഖ്യകളും. അപ്പൊ ഈ ആരോ ഇടുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവിടെ അവസാനിക്കല്ല, ഇത് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കല്ലേ. എത്ര നേരം വേണമെങ്കിലും പോകുന്നു, എത്ര സംഖ്യകൾ വേണമെങ്കിലും നമുക്ക് നമ്പർ ലൈനിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അതിനാണ് ആ ആരോ കാണിക്കുന്നത്. ആരോ ഇല്ലാതെ നിങ്ങൾ വെറുതെ ഒരു വര വെച്ചിട്ട് 0 1 2 3 4 എന്ന് എഴുതി കഴിഞ്ഞാൽ തെറ്റാണ്. ഓക്കെ, ആരോ രണ്ട് സൈഡിലും ആരോ ഇടണം. ഓക്കെ, ഞാൻ കളഞ്ഞു. രണ്ട് സൈഡിലും ആരോ വരണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലെ? അപ്പൊ നോക്കിക്കോ, എന്താ പറഞ്ഞത്? നമ്മളൊരു സംഖ്യ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ലൈൻ വരച്ചു, അതിൽ 0 വരണം. 1 2 3 4 5 എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പോസിറ്റീവ് സംഖ്യകൾ ഒരു ഭാഗത്തും, -1 -2 -3 -4 -5 നെഗറ്റീവ് സംഖ്യകൾ മറ്റൊരു ഭാഗത്തും, രണ്ട് ഭാഗത്തും ആരോ ഇടുക. ഇതാണ് നമ്മുടെ നമ്പർ ലൈൻ. ഇതില് നമ്പർ ലൈനിൽ 2 എന്ന് പറയുന്ന സംഖ്യനെ മാർക്ക് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് എളുപ്പാ. ഈ 2ന്റെ അവിടെ കൊണ്ടുപോയിട്ട് ഒരു വട്ടട്ടച്ചാൽ മതി. ഓക്കെ, -3നെ മാർക്ക് ചെയ്യാൻ പറഞ്ഞാലോ, -3ന്റെ അവിടെ കൊണ്ടുപോയിട്ട് ഇതാ പോയിന്റ് ഇടുക. സിമ്പിൾ. അപ്പൊ ഈ ഹോൾ നമ്പേഴ്സിനെ മാർക്ക് ചെയ്യാൻ പറഞ്ഞാൽ വളരെ എളുപ്പാ. -0യോ? -0 ഒന്നുമില്ല കേട്ടോ. ഓക്കെ, ഓക്കെ. അപ്പോ ഇങ്ങനെയാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഒരു നമ്പറിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് പോയിന്റ് ഇടുക. അപ്പൊ -2 ആയി, അല്ലെങ്കിൽ 2 ആയി, അല്ലെങ്കിൽ -4 ആയി, 4 ആയി, ഏത് സംഖ്യനെയാണോ മാർക്ക് ചെയ്യാൻ പറയുന്നത്, റെപ്രസെന്റ് 2 ഓൺ എ നമ്പർ ലൈൻ. ഓക്കെ, വലതുവശത്ത് അപ്പൊ പോസിറ്റീവ് സംഖ്യകൾ ഉണ്ടാവും, ഇടതുവശത്ത് നെഗറ്റീവ് സംഖ്യകൾ ഉണ്ടാവും. സിമ്പിൾ. പക്ഷേ റാഷണൽ നമ്പറുകളെ മാർക്ക് ചെയ്യാനായിട്ട് വരുമ്പോഴാണ് പ്രശ്നം വരുന്നത്. 7/4നെ ഇതിനകത്ത് മാർക്ക് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് കുറച്ച് പ്രശ്നം അല്ലേ? ഓക്കെ, നമുക്ക് കുറച്ച് പ്രശ്നമാണ്. എന്ത് ചെയ്താൽ എന്താന്നാ ചോദിക്കണേ? അങ്ങനെ ചെയ്യാൻ പാടില്ല. റൈറ്റ് സൈഡില് പോസിറ്റീവ്, ലെഫ്റ്റ് സൈഡിൽ നെഗറ്റീവും. ഇൻഫിനിറ്റി ആണ്. ഇൻഫിനിറ്റിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആരോ ഇടുന്നത്. അതായത് അത് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്, ഒരു അവസാനം ഇല്ലാണ്ട്. എത്ര നമ്പറുകൾ നമുക്ക് അറിയാമെന്ന് ചോദിച്ചാൽ അതിന് അവസാനം ഉണ്ടോ? ഇല്ല, നമ്പറുകൾ ഇങ്ങനെ കിടക്കുക. അപ്പൊ അത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പോ ഈ 7/4നെ അല്ലെങ്കിൽ 1/2നെ ഒക്കെ മാർക്ക് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. 1/2 പിന്നെ നമുക്ക് എളുപ്പാ. 1/2 എന്ന് പറഞ്ഞാൽ എന്താണ്? 1ന്റെയും 2ന്റെയും ഇടയിലാണ്, ഹാഫ് ആണ് നമുക്കറിയാം. ഹാഫ് എന്ന് പറഞ്ഞാൽ 1ന്റെയും 2ന്റെയും എക്സാക്ട്ലി ഹാഫ് ആയിട്ട് ഒരു വര വരച്ചാൽ ഇതായിരിക്കും 1/2 അല്ലെ? പക്ഷേ 7/4 അല്ലെങ്കിൽ 10/3 അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് കുറച്ച് സംശയം വരും. എവിടെ കൊണ്ടുപോയിട്ട് ഇതിനെ മാർക്ക് ചെയ്യും? അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. എങ്ങനെയാണ് ഈ പറഞ്ഞ റാഷണൽ നമ്പറുകളെ എങ്ങനെ മാർക്ക് ചെയ്യാമെന്ന്. അപ്പൊ ഇതിനെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ആദ്യം കാണിച്ചു തരാൻ പോകുന്നത് 7/4ന്റെ എന്താണ് റെപ്രസെന്റേഷൻ ആണ്. ശ്രദ്ധിച്ചിരിക്കുക. വേറൊരു കാര്യം ശ്രദ്ധിക്കാണ്ട് വളരെ 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 ശ്രദ്ധിച്ച് ഇവിടെ മാത്രം ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ എല്ലാവരും. അപ്പൊ നോക്കിയേ, നമുക്കിതില് ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചാല് ഡിനോമിനേറ്റർ എന്താണെന്നാണ്, ഛേദം എന്താണെന്നാണ് നോക്കേണ്ടത്. ഛേദം എന്താണ്? ഇവിടെ 4 ആണ്. എന്താണ്? ഛേദമാണ് നോക്കേണ്ടത്. ഡിനോമിനേറ്ററിന്റെ വാല്യൂ എത്രയാണ് എന്നാണ് നോക്കേണ്ടത്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഫസ്റ്റ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് 7/4 ആണ്. 7/4. 7/4 എന്ന് പറയുന്ന ഈ സംഖ്യയില് ഡിനോമിനേറ്റർ 4 ആണ്. അപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാല് 0 തൊട്ട് 1, 0 1 എന്ന് എഴുതുമല്ലോ നമ്മൾ. 0 പിന്നെ 1 പിന്നെ 2 അങ്ങനെയല്ലേ പോവാം.
ഇത് പോസിറ്റീവ് സംഖ്യയാണല്ലോ. അപ്പൊ നമുക്ക് പോസിറ്റീവ് സൈഡ് മാത്രം നോക്കിയാൽ മതി. നെഗറ്റീവ് സംഖ്യ വരുമ്പോൾ നെഗറ്റീവിലേക്ക് പോവാം. ഈ എത്രയാണോ ഡിനോമിനേറ്റർ അത്ര ഭാഗങ്ങളായിട്ട് ഈ 0-നും 1-നും 1-നും 2-നും 2-നും 3-നും, അതായത് ഓരോ ഈ സംഖ്യകളുടെ ഇടയിലും എത്രയാണോ ഡിനോമിനേറ്റർ അത്രയും ഭാഗങ്ങൾ, തുല്യ ഭാഗങ്ങൾ ഉണ്ടാക്കണം. അതായത് 1, 2, 3. നോക്കിയേ, 1 ഭാഗം, 2 ഭാഗം, 3 ഭാഗം, 4 ഭാഗം. ഡിനോമിനേറ്റർ 4 അല്ലേ? അപ്പോ എല്ലാ സംഖ്യകളുടെ ഇടയിലും അങ്ങനെ തുല്യമായ 4 ഭാഗം. 1, 2, 3, 4. ഇവിടെയും 1, 2, 3, 4. അങ്ങനെ എല്ലാ സംഖ്യകളുടെയും ഇടയിലും എന്തുണ്ടാക്കണം? തുല്യമായ 4 ഭാഗങ്ങൾ ഉണ്ടാക്കണം. എന്തുകൊണ്ട്? ഇവിടത്തെ ഡിനോമിനേറ്റർ 4 ആയതുകൊണ്ട്. പിന്നെ 7/4 എന്നുള്ളത് ഒരു പോസിറ്റീവ് സംഖ്യ ആയതുകൊണ്ട് പോസിറ്റീവ് സൈഡിലേക്കാണ് അങ്ങനെ ചെയ്യേണ്ടത്. അപ്പൊ തുല്യമായ 4 ഭാഗങ്ങൾ എല്ലാ സംഖ്യകളുടെ ഇടയിലും 1-ന്റെയും 0-ന്റെയും പിന്നെ 1-ന്റെയും 2-ന്റെയും 2-ന്റെയും 3-ന്റെയും അങ്ങനെ എല്ലാ സംഖ്യകളുടെ ഇടയിലും തുല്യമായ 4 ഭാഗങ്ങൾ ഉണ്ടാക്കുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ? ന്യൂമറേറ്റർ നോക്കുക. ന്യൂമറേറ്റർ നോക്കുക. പോസിറ്റീവ് സംഖ്യയാണ് 7/4. ഈ 0-ൽ നിന്ന് 7 വരകൾ എണ്ണുക. വരകൾ എന്ന് പറയുമ്പോൾ ഏത് വരകൾ? നമ്മൾ ഇപ്പൊ ഉണ്ടാക്കി വെച്ചില്ലേ, ഇങ്ങനെ ഭാഗം ചെയ്തിട്ട് അവിടെ നിന്ന്. അപ്പൊ ഇത് 0, 1, 2, 3, 4, 5, 6, 7. ഇവിടെ വന്നല്ലോ. ഇതാണ് 7/4. മനസ്സിലായോ? ഓക്കെ. അപ്പൊ ഈ ഇവിടെ കിടക്കുന്ന ആൾക്കാരുടെ ചാറ്റ് ഇന്ന് ഗ്രൂപ്പിലേക്ക് വരുന്നതായിരിക്കും. ഓക്കെ ആണല്ലോ? കുറേ നേരമായി നിങ്ങളോട് ഞാൻ പറയുന്നു സംസാരിക്കാതെ ഇരിക്കണം എന്നുള്ളത്. പക്ഷെ നിങ്ങൾക്ക് ഭയങ്കര സംസാരിക്കാതിരിക്കാൻ പറ്റാത്ത ആൾക്കാരാണ് അല്ലേ? അപ്പൊ നമുക്കത് ഗ്രൂപ്പിൽ വരുമ്പോ ഇനി അവിടെ സംസാരിക്കാം കേട്ടോ ബാക്കി. ഓക്കെ. അപ്പൊ ഇത് ക്ലിയർ ആയോ എല്ലാവർക്കും? ഇതിപ്പോ നിങ്ങൾ ഇവിടെ കിടന്ന് ഞാനൊരു കാര്യം പറയുമ്പോ ഇങ്ങനെ സംസാരിക്കുക ചെയ്യാം, അത് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറഞ്ഞ ചാറ്റിൽ സംസാരിക്കുകയാണോ ചെയ്യാ അവിടെ ഒരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ? അപ്പൊ ബാക്കിയുള്ള ആൾക്കാരും അത് നോക്കിയിരിക്കും അല്ലേ? ഓക്കെ. അപ്പോ ഇങ്ങനെയാണ് നമ്മുടെ എന്ത് വരുന്നത്? എങ്ങനെയാണ് റെപ്രസെന്റിങ് റാഷണൽ നമ്പേഴ്സ് ഓൺ നമ്പർ ലൈൻ വരുന്നത്? എന്താ ചെയ്യേണ്ടത്? ഡിനോമിനേറ്റർ നോക്കുക. 0-ന്റെയും 1-ന്റെയും ഇടയിൽ, 1-ന്റെയും 2-ന്റെയും ഇടയിൽ, അങ്ങനെ ഓരോ സംഖ്യകളുടെ ഹോൾ നമ്പറുകളുടെ ഇടയിൽ അല്ലെങ്കിൽ ഇൻറ്റിജറുകളുടെ ഇടയിൽ എത്രയാണോ ഡിനോമിനേറ്റർ അത്രയും തുല്യ ഭാഗങ്ങൾ ഉണ്ടാക്കുക. എന്നിട്ട് ന്യൂമറേറ്റർ എത്രയാന്ന് നോക്കുക. 0 തൊട്ട് അങ്ങോട്ട് ഇങ്ങനെ ഉണ്ടാക്കിയ ഭാഗങ്ങളിലൂടെ എണ്ണിപ്പോവുക. എവിടെയാണോ എത്തുന്നത് അവിടെ എത്തുമ്പോൾ 7 ആണെങ്കിൽ 0 തൊട്ട് 7 വരെ ആ തുല്യ ഭാഗങ്ങൾ എണ്ണുക. 0 പിന്നെ 1 പിന്നെ 2 അങ്ങനെ എണ്ണാനല്ല പറയുന്നത്, തുല്യ ഭാഗങ്ങൾ എണ്ണുക. 10 ആണെങ്കിൽ 10 പ്രാവശ്യം എണ്ണുക, 8 ആണെങ്കിൽ 8 തവണ എണ്ണുക. അങ്ങനെ എണ്ണി 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 അങ്ങോട്ട് പോവുക. അതാണ് നമ്മുടെ റെപ്രസെന്റേഷൻ ഓഫ് റേഷണൽ നമ്പേഴ്സ്. അപ്പൊ ഈ 7 വരെ ഇവിടെ എത്തിയപ്പോൾ ഈ 7 എന്ന് പറയുന്ന ഈ പോയിന്റ് ആണ് 7/4. ഇപ്പൊ ഇതില് 9/4 ആയിരുന്നെങ്കിലോ ഇവിടെ നിന്ന് 1, 2, 3, 4, 5, 6, 7, 8, 9. ഇവിടെയാണ് 9/4 വരുന്ന ഈ പോയിന്റ്. അപ്പൊ ഇത് അടുത്ത ക്ലാസ്സിൽ ഒരു വട്ടം കൂടി ഒന്ന് പറയാം. നെഗറ്റീവ് സംഖ്യകളും കൂടി ഒന്ന് പറയാനുണ്ട്. അപ്പൊ അതും കൂടി പറഞ്ഞിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക്, അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. ഓക്കെ. അപ്പൊ ഇന്നിപ്പോ ഓൾമോസ്റ്റ് ടൈം ആയി. ഇനിയിപ്പോ ഞാൻ അധികം സംസാരിച്ച് സമയം കളയുന്നില്ല. അതുകൊണ്ട് ഇന്നിപ്പോ ഇത്രയേ ഉള്ളൂ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതൊന്നും കൂടി പറയാനും പേടിക്കേണ്ട, അതൊന്നും കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഹോംവർക്ക്സ് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഹോംവർക്കിന്റെ ഉത്തരം ഞാൻ അടുത്ത ക്ലാസ്സിൽ ചോദിക്കും കേട്ടോ. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ ഒക്കെ കണ്ട് ഓക്കെ ആക്കാം കേട്ടോ. ഓക്കെ. അപ്പൊ ഇനിയിപ്പോ ഹാർട്സിനൊന്നും നമുക്ക് സമയമില്ല, ഓൾമോസ്റ്റ് ടൈം ആയി. അപ്പൊ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.